നമസ്തേ. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ വ്ലോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ. ജ്യോതിയുടെ യാത്രയും താമസവും ഭക്ഷണവും വഴികാട്ടിയും ഏർപ്പെടുത്തിയത് വിനോദസഞ്ചാര വകുപ്പ്. ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തിട്ടും ആതിഥ്യമൊരുക്കിയ ടൂറിസം വകുപ്പ് മറച്ചുവെച്ചതെല്ലാം പുറത്തു വന്നത് വിവരാവകാശ രേഖകളിലൂടെ. അറിയേണ്ടത് ഇനിയുമുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. NIA-യിൽ നിന്നും വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ, സാമൂഹ്യ നിരീക്ഷകർ ഡോക്ടർ നുസ്രത് ജഹാൻ, BJP വക്താവ് P ശ്യാംരാജ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ രാജ്മോഹൻ, കേരളത്തിലെ വിനോദസഞ്ചാരത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി ബ്ലോഗർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തുന്നതിലേക്ക് എൻ്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനായി 41 വ്ളോഗർമാരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. ഇക്കൂട്ടത്തിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത്. കേരളത്തിൽ നിന്നും പാകിസ്ഥാനിലേക്കായിരുന്നു ഇവരുടെ യാത്ര എന്ന് അറിയുന്നു. പാക് ചാരസംഘടനയായ ISI-യുമായി ജ്യോതി സ്ഥിരം ആശയവിനിമയം നടത്തിയിരുന്നു. ജ്യോതിയുടെ സന്ദർശനത്തിൽ, കേരള സന്ദർശനത്തിൽ ദുരൂഹത തോന്നുന്നുണ്ടോ? ദുരൂഹത അല്ല, നമ്മുടെ ദുരൂഹത എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു എന്തോ ഒരു വശപ്പശക്ക്, എന്തോ സംതിങ് ഈസ് റോങ് സംവർ അതുണ്ട്. കാരണം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആയിട്ട് കുറച്ച് ബ്ലോഗർമാർ ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫൈൻ, അങ്ങനെ ചെയ്യാറുണ്ട്, പല സംസ്ഥാനങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ആ ബ്ലോഗറോട് വന്നു പോയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ ചെലവിൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചെലവിൽ അവര് ദേശവിരുദ്ധമായ ചില പ്രവൃത്തികൾ ചെയ്തു എന്ന് പറയുന്നത് നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതാണ് അതിലെ മെയിൻ പ്രോബ്ലം. അതാണ് സംസ്ഥാനത്ത് നടന്ന കാര്യം. സംസ്ഥാനത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് 40ഓളം ആളെ കൊണ്ടുവന്നു. അതിൽ ഒരാള് നമ്മുടെ ദേശദ്രോഹപരമായ പല കാര്യങ്ങളും ചെയ്തതെന്ന് ഫർദറായിട്ട് മനസ്സിലാക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും റിമാൻഡിലാണ്. ഇന്നാണെന്ന് തോന്നുന്നു, 3ാമത്തെ ജാമ്യം അപേക്ഷ ഇന്നാന്ന് തോന്നുന്നു. അപ്പൊ അവര് റിമാൻഡിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മോഡേൺ വാർഫെയർ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ്. ഈ മോഡേൺ വാർഫെയറിൽ വെറും ബോർഡറല്ല വാർ, ഈ വാർ നടക്കുന്നത് ബോർഡറിലല്ല. ഇപ്പൊ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നത്. അതിലൊരു മാർഗമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ടുള്ള ഇൻസൈഡ് വാർ. അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഒരു ഉപകരണമാക്കിയിട്ട് ഈ സ്ത്രീയെ മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഹിസാറിലത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് ഈയിടെ മറ്റേ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ ഒരു ഉപകരണമായി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസികൾ. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികൾ ഈ ബ്ലോഗറെ ഒരു ഉപകരണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. അതിന് നമ്മുടെ സംസ്ഥാനം വളക്കൂറായി പോയതിലേക്ക് നമുക്ക് വളരെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഗവൺമെന്റ്, അല്ലെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരോട് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നടത്താറില്ലേ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഇപ്പൊ അങ്ങനെ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നടത്തിയപ്പോൾ ആ കാലത്ത് അവർ ഒരു കേസില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവര് പലതവണയും പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ടൂറിസത്തിന്റെ അവരുടെ ഒരു വിസ ആപ്ലിക്കേഷനായിട്ട് അവിടെ പോയപ്പോൾ പാകിസ്ഥാനിലെ ചില ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അവര് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവര് നമ്മുടെ അന്വേഷണ ഏജൻസി റഡാറുള്ള ഒരു വ്യക്തിയാണ്. അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കാര്യം അന്ന് അവരെ പറ്റി എവിഡൻസ് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ എവിഡൻസ് ലഭിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു നോക്കുകുത്തിയായി മാറി. കാരണം വി ഫീൽ വെരി സോറി അബൌട്ട് നമ്മളെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽസ് അത് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് അവരെ അനലൈസ് ചെയ്തിട്ടില്ല. ഈ കൊണ്ടുവന്ന ആൾക്കാർ ഇനി അങ്ങനെ പല ആൾക്കാരുണ്ടോ നമുക്കറിയില്ല. പിന്നെ ഇവര് വന്നു പോയതിനു ശേഷം നമ്മളാരും മനസ്സിലാക്കുന്നില്ല ഇവര് വന്നു പോയി അവർ നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ അവര് ദേശത്ത് അവിടെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ കരുതുന്നത്. പക്ഷെ ഇപ്പോഴത് അവർ അറസ്റ്റിലായപ്പോൾ മനസ്സിലായത്
അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല, നമ്മുടെ സംസ്ഥാനം അറിയുന്നില്ല. കാരണം നമ്മുടെ ചെലവിൽ നമ്മുടെ ഇവിടുത്തെ എഫേർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവരൊക്കെ ഒരു സെലക്ട് ചെയ്യുമ്പം അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തുകൊണ്ട് നടത്തുന്നില്ല? ഇതൊക്കെയാണ് നമ്മൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പോഴ അന്വേഷണം കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ പല സംശയങ്ങളും ലേഡിയെ കുറിച്ചുണ്ട്. ഇവർക്ക് ഡാനിഷ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനിലെ ഒരു എംപ്ലോയി, പാകിസ്ഥാൻ എംബസിയിലത്തെ ഒരു സ്റ്റാഫായിട്ട് നല്ല പരിചയമാണെന്ന് പറയുന്നത്. അത് തന്നെ ഈ ഡാനിഷിനപ്പോൾ നമ്മളിപ്പോഴും നമ്മളെ ഈ പഹൽഗാം ഇഷ്യൂവിന് ശേഷം നമ്മുടെ ഈ 6 days ഇന്റർ കോൺഫ്ലിക്റ്റിന് ശേഷം അയാളെ മടക്കി അയച്ചിരിക്കുകയാണ്. കാരണം ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചാരപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അയാളെ മടക്കി അയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലേഡി പാക് കരസേനാ മേധാവി അസീം മുനീറിന്റെ ഓഫീസിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ ചണ്ഡീഗഡിനടുത്ത് പഞ്ചാബിൽ നിന്ന് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്ത 2 ആൾക്കാരുണ്ട്. ആ 2 ആൾക്കാർ അവർ ഇന്ത്യയിലെ പല വൈറ്റൽ ഇൻസ്റ്റലേഷനെ കുറിച്ചൊക്കെ അതിന്റെ പിക്ചേഴ്സും ഡീറ്റെയിൽസും കൊടുത്ത ആൾക്കാർ ദേ അറസ്റ്റഡ്. അവരിപ്പോ റിമാൻഡിലാണ്. അവര് പിന്നെ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ അവർ കേസെടുത്തിട്ട് അവരെ പേരിൽ ഇപ്പൊ അവർ റിമാൻഡിലാണ്. അവരും ഈ ലേഡിയായിട്ട് ബന്ധമുണ്ടെന്നാ പറയുന്നത്, പരിചയമുണ്ടെന്നാ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫണ്ടിങ്, ഈ ലഭിച്ച ഫണ്ടിങ് എവിടെ നിന്ന് വന്നു എന്നും പാകിസ്ഥാനിൽ നിന്നും ഫണ്ടിങ് വന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറസ്, ഇത്ര ഡേഞ്ചറസ് ആയ ഒരാളാണ് നമ്മുടെ സംസ്ഥാനം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ എല്ലാ ആതിഥ്യ മര്യാദയും കൊടുത്ത് നമ്മുടെ ഒരു അംബാസഡറാക്കി മാറ്റിയവരാന്ന് പറയുന്നതിൽ വളരെ കഷ്ടമുണ്ട്, വളരെ സങ്കടമുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് ഇത്തരം തെറ്റുപറ്റുന്നു? അത്തരം തെറ്റുപറ്റി അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ ഫർദറായിട്ട് അവരെ ഏജൻസി, അതായത് നമ്മളെ അന്വേഷണ ഏജൻസി, ഇപ്പം NIA ആയാലും ശരി, ഇപ്പം ഹരിയാന പോലീസ് ആയാലും ശരി, ഈ മിലിറ്ററി ഇന്റലിജൻസ് ആയാലും ശരി, ഇവരൊക്കെ ഈ കേസ് കൂടുതലായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പൊതുമധ്യത്തിൽ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോൾ പ്രസ്സിൽ ഈ നിങ്ങളുടെ പത്രക്കാരിൽ ചില ആൾക്കാർ ഇത് പിന്നെ RTI മുഖാന്തരം കൊടുത്തപ്പോഴാണ് ഇത്രത്തോളം വിവരങ്ങൾ നമ്മളെ ഈ പൊതുമധ്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മളെ പൊതുമണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇതൊക്കെ മറച്ചു പിടിച്ചു? അവർ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റോ ഓപ്പൺ ആയിട്ട് പറയണ്ടേ, ഇതാ നമ്മൾക്ക് അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ റെസ്പോൺസിബിൾ അല്ല, നമുക്ക് താല്പര്യം പറയണ്ടേ? അത് പറയാതെ, ഒന്നും പറയാതെ മാത്രമല്ല, ഇപ്പോഴവർക്ക് എത്ര പൈസ കൊടുത്തു എന്നവരെ ഗവൺമെന്റ് പറയുന്നില്ല. അങ്ങനെ സംശയം, എന്റെ അഭിപ്രായത്തിൽ സംശയം ഉണ്ടാക്കരുത്. ബി ഓപ്പൺ, എല്ലാ കാര്യവും സുതാര്യതയോട് വളരെ ഓപ്പൺ ആയിട്ട് പൊതുമതത്തിൽ വരുത്തുക. ഇത് നമ്മൾ കുറ്റക്കാരല്ല, നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്, ഇതൊരു ടൂറിസത്തിന്റെ മുകളിൽ വന്നാണ്, അല്ല ഇത് ദേശദ്രോഹപരമായിട്ട് വേറൊന്നുമില്ല എന്ന് ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് പറയണം. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഗവൺമെന്റ് മറുപടി പറയണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മറുപടി പറയണം. കൂടാതെ ഡിപ്പാർട്ട്മെന്റ് അകത്ത് ഏത് ഉദ്യോഗസ്ഥനാണ് വീഴ്ച പറ്റിയത്, ആർക്കാണ് വീഴ്ച പറ്റിയത് അവരെ സെലക്ട് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണോ അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് അവരുടെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊതുമധ്യത്തിൽ ഗവൺമെന്റ് ഇത് വളരെ ഓപ്പൺ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അഡ്വക്കേറ്റ് അസ്കർ, രാജ്മോഹൻ സാർ പറഞ്ഞ അവസാനം അദ്ദേഹം പരാമർശിച്ച ആ കാര്യത്തിൽ നിന്നാണ് എൻ്റെ ചോദ്യം. അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീയെ കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ആനയിച്ചു കൊണ്ടുവന്നു എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്ത സമയത്തെങ്കിലും, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാം, ഇവിടെ ഈ ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചിരുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ പ്രചാരണത്തിനായി ഇവർ കേരളത്തിലേക്ക് വന്നിരുന്നു, കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷനായിട്ട് വന്നിരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ട സമയത്തെങ്കിലും കേരള ടൂറിസം വകുപ്പിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് പറയാമായിരുന്നു, വന്നിരുന്നു, ഞങ്ങൾക്കറിയില്ല, ചാരപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഇവർ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് അന്ന് തുറന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിച്ചില്ല? അതല്ലേ ഇപ്പോൾ ടൂറിസം വകുപ്പിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്? ഇതില് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ള ആളുകളെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പലപ്പോഴും സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾക്ക് വേണ്ടി നിയോഗിക്കാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് 8ഓളം മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അത്തരം ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത്
മറ്റു സംസ്ഥാന സർക്കാരുകളും അതുപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിനു വേണ്ടി ഇത്തരം ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തി നടത്തുന്നതിനു വേണ്ടി കേരളത്തിലേക്ക് വന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ വാർത്തകൾ പടച്ചുവിടരുത്. ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ചിടത്തോളം അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതുവരെ കേരള സർക്കാരിനെ സംബന്ധിച്ചോ കേരള പോലീസിനെ സംബന്ധിച്ചോ അവർ ഏതെങ്കിലും ഒരു കുറ്റാരോപിതയാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു വിവരവും ലഭിച്ചില്ല. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാന സ്വദേശിയായിട്ടുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത ഇന്റലിജൻസ് ബ്യൂറോയ്ക്കുണ്ടായിരുന്നു, മിലിറ്ററി ഇന്റലിജൻസിനുണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നൽകേണ്ടത് കൂടി ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഏതെങ്കിലും ഇന്റലിജൻസ് രേഖകൾ സംസ്ഥാന സർക്കാരിന് ഇതിനു മുമ്പ് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു തെളിവുകളും നമ്മുടെ മുമ്പിലില്ല. അതിന്റെ അർത്ഥം IB-ക്കും മിലിറ്ററി ഇന്റലിജൻസിനും അടക്കം ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ തന്നെ ലഭിക്കാതിരുന്ന വിവരം കേരള പോലീസിന് ലഭിക്കണമായിരുന്നു എന്ന അർത്ഥത്തിൽ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വിഡ്ഢികളുടെ സ്വപ്നലോകത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതാണ് ഇപ്പൊ പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. 8ഓളം മാനദണ്ഡങ്ങൾ പരിശോധിക്കുക വഴി കേരളത്തിന്റെ ടൂറിസം രംഗത്തിന്റെ വികസനത്തിനു വേണ്ടി വിവിധ സാമൂഹ്യ മാധ്യമ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളെ സംസ്ഥാന സർക്കാർ അതിഥിയായി എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ജ്യോതി മൽഹോത്രയെ എത്തിയിട്ടുണ്ട്. ജ്യോതി മൽഹോത്ര അന്ന് പരിശോധിക്കപ്പെടുമ്പോൾ അന്ന് ഒരു തരത്തിലുമുള്ള ആരോപണ വിധേയമായിരുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധനായി നമുക്കറിയാവുന്ന സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തുന്ന ധ്രുവ് റാത്തിയാണ്. ധ്രുവ് റാത്തിയെ വിളിച്ചുകൊണ്ടുവന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തിയിരുന്നു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റെങ്കിൽ നിങ്ങൾ പറയുന്ന ആക്ഷേപത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥമുണ്ട് എന്ന് പറയാം. അപ്പോ അങ്ങനെ ഒരു തരത്തിലും കളങ്കിതമോ ആയിട്ടുള്ള ഒരു വിവരവും അവരെ സംബന്ധിച്ച് നാളിതുവരെയില്ല. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ലായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയം വരെ. അതിനുശേഷം മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ പോയിട്ടുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ഏജൻസികൾക്കാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ കേരളത്തിലേക്ക് ഒരു വ്യക്തി വരുന്നു, അവർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരെ അത്തരത്തിൽ ഇടപെടലുകൾ നടത്താൻ പാടില്ല എന്ന വിവരം കേന്ദ്ര സർക്കാർ ഷെയർ ചെയ്തില്ല എന്നിടത്താണ്. അപ്പൊ അതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇപ്പോ അവരെ അറസ്റ്റ് ചെയ്തു, അവർ റിമാൻഡിൽ കഴിയുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നു. സ്വാഭാവികമായും അവരെടുത്തിട്ടുള്ള നേരത്തെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിക്ഷേപണം ചെയ്തിട്ടുള്ള മുഴുവൻ പോസ്റ്റുകളെ സംബന്ധിച്ചും പരിശോധന വരും. ആ പരിശോധനയുടെ ഭാഗമായി വിവരം ലഭിക്കുന്നു കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് വേണ്ടി അവർ കേരളത്തിൽ വന്ന് ഇത്തരം പ്രവൃത്തികൾ കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു എന്ന വിവരം നമുക്ക് മുന്നിൽ വരുന്നു. അപ്പോഴാണ് നാം ഇപ്പോ പറയുന്നത് അവരേതോ വലിയ ഭീകരപ്രവൃത്തിയാണ്, ആ ഭീകരപ്രവൃത്തി അറിഞ്ഞു വെച്ചുകൊണ്ട് കേരളം ചെയ്തില്ല. 1. 2, അവരെ അറസ്റ്റ് ചെയ്ത വേളയിലെങ്കിലും പറയണമായിരുന്നു അവരെ കേരളത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തി സതുദ്ദേശത്തോടെ ചെയ്ത കാര്യങ്ങളെ ആ സതുദ്ദേശത്തിന്റെ എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തോ ഒളിക്കുന്നു, നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നു, അതുകൊണ്ടല്ലേ പുറത്ത് പറയാതിരുന്നത്? അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ അതെല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ അത് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റുകളിലും അതിന്റെ ലിങ്കുകളുണ്ട്. ഇല്ലാത്ത കാര്യമല്ല. അല്ല അങ്ങനെ ഒഴിയാതെ, അതായത് ഈ സ്ത്രീയെ പഹൽഗാം ആക്രമണത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഈ ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ച കാര്യം മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അന്നൊരു ഇതുപോലൊരു വിവാദം ഉണ്ടായിരുന്നു. ആ സമയത്തെങ്കിലും ഉത്തരവാദപ്പെട്ട ഈ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ PA മുഹമ്മദ് റിയാസിന് മാധ്യമങ്ങളോട് പറയാമായിരുന്നു, ശരിയാണ്, ഇവർ കേരളത്തിൽ ടൂറിസം പ്രൊമോഷനായിട്ട് വന്നിരുന്നു, ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, സർക്കാർ ചെലവിലാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയെ പിന്നെ ആരും ചോദ്യം ചെയ്യില്ല, നിങ്ങളുടെ സതുദ്ദേശത്തെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ അന്ന് എന്തുകൊണ്ട് അങ്ങനെ വ്യക്തമാക്കിയില്ല? അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? അങ്ങനല്ല, ഇതിൽ മടിയിൽ കനമില്ലാത്തതുകൊണ്ടാണ് വടിയിൽ പേടിക്കേണ്ടതില്ലാത്തത്. ഒരു തരത്തിലും ഇതിൽ നിങ്ങൾ കാണുന്ന കൗശലങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇപ്പോ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റാരോപിതയായി
അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അവർ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിരുന്നു, സംസ്ഥാന സർക്കാരിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതടക്കം പറഞ്ഞു വെച്ച് പോവുക എന്ന് പറയുന്നതായിരുന്നില്ലല്ലോ വേണ്ടിയിരുന്നത്. അതൊരു കുറ്റപ്പെടുത്തലിനുള്ള മടിയിൽ കനവില്ലെങ്കിൽ പറഞ്ഞൂടെ അഡ്വക്കേറ്റ് അസ്ക, മടിയിൽ കനവില്ലെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു? അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി മറ്റ് അവിശുദ്ധ ബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിൽ തുറന്ന് പറയാമായിരുന്നില്ലേ? അതല്ലേ മാന്യത. പിന്നെ മറ്റൊരു കാര്യം കൂടി അഡ്വക്കേറ്റ് അസ്ക, മറ്റൊരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ചെലവഴിച്ച തുകയെക്കുറിച്ചൊന്നും പറയാത്തത്? എന്താ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത്? അത് പറയാലോ, മടിയിൽ കനവില്ലെങ്കിൽ അത് പറയാലോ. അല്ല അനിൽ നമ്പ്യാർ, നമ്മളൊരു വിവരാവകാശമുള്ള ഒരു ജനതയാണ്. സ്വാഭാവികമായും ഏത് തുക സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അത് അറിയുന്നതിനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് സംസ്ഥാന സർക്കാർ പറയും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതിൽ നിന്നും ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ചോദിക്കുമ്പോൾ ആ കണക്കുകൾ എടുത്തു വെക്കുക എന്നുള്ളതല്ലല്ലോ, അത് കൃത്യമായിട്ട് പറയും, ഒരു സംശയം വേണ്ട. ഞാൻ ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ എന്റെ ആശ്വാസം, ഇപ്പൊ ജ്യോതി മൽഹോത്ര ഒരു മുസ്ലിം നാമധേരി അല്ലാതിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള ആശ്വാസം. കാരണം നിങ്ങൾ സർവ്വവിധ കോലാഹലങ്ങളും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിരുന്നു, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യനായാലും പാഴ്സിയായാലും ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആരാണെങ്കിലും അറ്റാക്ക് ചെയ്യും, വിമർശിക്കും, അവരെ തുറന്നു കാട്ടും. അതിലൊന്നും ഒരു സന്ധികേരലുമില്ല. അതൊക്കെ നിങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ. അതായത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ മിണ്ടില്ല. മാത്രമല്ല, അന്ന് എന്തായിരുന്നു ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്താ പറഞ്ഞേ? അവരെ RSSകാരി എന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരണം നടത്തിയത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സുഡാപ്പികളും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പ്രചരണം നടത്തിയ എന്താ? RSSകാരി ജ്യോതി മൽഹോത്ര. ഇപ്പോഴെന്താ ഒരക്ഷരം മിണ്ടാത്തത്? നാവറങ്ങിപ്പോയോ? അങ്ങനെയല്ല. ഇതിപ്പോ അവർ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും ഒളിച്ചിരുന്ന് കുരയ്ക്കുന്നത് കേട്ടാൽ അത് നോക്കി നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർ RSSകാരിയോ RSS ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരോ എന്നൊന്നും നമുക്ക് കരുതാനാവില്ല. സൈബർ സഖാക്കന്മാരെ ഇങ്ങനെ അധിക്ഷേപിക്കാതെ കേട്ടോ. അങ്ങനല്ല, ഞാനത് പറയേണ്ടത് തന്നെ പറയും. ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയുന്നതിൽ അഗ്രഗണ്യന്മാർ അവരാണ്. അപ്പോൾ ഈ അറ്റാക്ക് അവർക്ക് നേരെയാണ്. അല്ല, നിശ്ചയമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ പലയിടത്തും ഒളിഞ്ഞിരുന്ന് ഇത്തരം വിചിത്രവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, മുഖമില്ലാത്ത മനുഷ്യരുടെ വിചിത്രവാദങ്ങളെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വസ്തുതാപരമായ ഒരു കാര്യം. ഇപ്പോൾ ജ്യോതി മൽഹോത്ര കേരള സന്ദർശനവും കേരള സർക്കാരിന്റെ അതിഥിയായി എത്തുകയും അവർ ടൂറിസം വകുപ്പിന് വേണ്ടി സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ടൂറിസം വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കണം. അതല്ല, അവർ ഏതെങ്കിലും തരത്തിൽ ഉള്ള തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കാത്ത ഏത് ഇന്റലിജൻസ് വിവരമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുക? അത് കേന്ദ്ര സർക്കാരിലേ ചെയ്യേണ്ടിയിരുന്നത്. അവർ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ കൈമാറണമായിരുന്നു. അവർ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പക്കാരിയായിരുന്നു എങ്കിൽ. അപ്പൊ സ്വാഭാവികമായും അതും ഉണ്ടായിട്ടില്ല. അപ്പോ അങ്ങനെ ഇല്ലാത്തിടത്തോളം തഹാവൂർ ഹുസൈൻ റാണ, മുംബൈ ഭീകരാക്രമണങ്ങളുടെ ബ്രെയിൻ, തലച്ചോറ് ആയിരുന്നു തഹാവൂർ ഹുസൈൻ റാണ. കൊച്ചിയിൽ വന്നത് പോലും സംസ്ഥാന സർക്കാരിനില്ല. സംസ്ഥാന സർക്കാരിന് ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ സാർ. അല്ലെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട് കാര്യത്തിൽ. അതുകൊണ്ടാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കേരളത്തിലടക്കം പ്രവർത്തിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും ഓരോ സംഭവത്തെയും അനുദിനം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റിപ്പോർട്ടുകൾ നൽകാറുള്ളത്. ഇപ്പൊ തഹാവൂർ റാണ കൊച്ചിയിൽ വന്ന വിവരം അത് ഇപ്പോഴാണ് നാം അറിയുന്നത്. എന്തുകൊണ്ട് കേരള ഇന്റലിജൻസുകൾ അന്ന് അറിഞ്ഞില്ല? അത് വസ്തുതയാണ്. ആ വസ്തുതകളെ നമ്മൾ വസ്തുതകളായി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അവർ അത് വിവരം നമുക്ക് അന്ന് കഴിയുന്നത്. തഹാവൂർ റാണയെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് മാറ്റിവെച്ച പാനായിക്കുളം സിമി ക്യാമ്പ്, വാഗമൺ സിമി ക്യാമ്പ്, കനകമലയിൽ ഇവരെല്ലാം ഒത്തുകൂടിയത്, ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. രാജ്മോഹൻ സാറിന് പറയാൻ പറ്റും, കനകമലയിൽ NIA വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ പരിശീലനം നടന്നു എന്നുള്ളത്. അപ്പം കേരളത്തിലെ പോലീസിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? സംസ്ഥാനത്തിൻ്റെ സുരക്ഷ അത് കേന്ദ്രം മാത്രം നോക്കിയാൽ മതി, ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് അസ്ക? നിങ്ങളിങ്ങനെ കേരളത്തെ അപമാനിച്ചുകൊണ്ടേയിരിക്കരുതെന്ന്. കേരളത്തിൽ ഉള്ള കാര്യമല്ലേ, ഞാൻ ഇല്ലാത്തത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം കേരളത്തിൽ നടന്നതല്ലേ? നടക്കുന്നില്ല. ഇവിടെ സർവ്വമതസ്ഥരും വളരെ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. അത്തരം ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്തെക്കാളും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. അത് രാജ്മോഹൻ സാറും ഒരു തരത്തിലും
ഒരു അഭിപ്രായ വ്യത്യാസം അത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. തകർക്കുന്ന ചില ഛിദ്രശക്തികളുണ്ട്. ആ ഛിദ്രശക്തികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മൗനമാണ്, നിങ്ങൾ ഒരക്ഷരം മിണ്ടില്ല. അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മതേതരത്വം, മതനിരപേക്ഷത സെലക്റ്റീവ് ആവുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ് അസ്കറിന്? അഡ്വക്കേറ്റ് അസ്കർ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങളൊക്കെ, സത്യസന്ധമായ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അഡ്വക്കേറ്റ് അസ്കർ, ഇത്തരം തീവ്രവാദ വിഷയങ്ങളിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? ഈ തീവ്രവാദികളെ ഇപ്പോൾ നോക്കൂ, ഇവിടെ പലരെയും പിടിച്ചോണ്ട് പോയില്ലേ, തിഹാർ ജയിലിൽ കിടക്കുക. ആ സമയത്ത് പോലും ഒരക്ഷരം ഉരിയാടിയിട്ടില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതായിട്ട് അസ്കറിന് പറയാൻ പറ്റുമോ? നന്നായി NIA അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെയല്ല, ഏതു തീവ്രവാദ പ്രവർത്തനത്തെയും ഒരേപോലെ അപലപിക്കാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതെന്ന് തന്നെയാണെന്നാണ് CPM-ന്റെ ലൈൻ. ആ ലൈനിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നേ. അപ്പോ കടുത്ത ഭാഷയിൽ RSSനെയും സംഘപരിവാറിനെയും വിമർശിക്കുന്നത് കൊണ്ട് അതേ ഭാഷയിൽ തന്നെ ന്യൂനപക്ഷ വർഗീയതയും വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം നിങ്ങൾ കാണുന്ന തരത്തിലാവുന്നില്ല, ഏകപക്ഷീയമാവുന്നില്ല എന്നിടത്താണ് നിങ്ങൾ. എനിക്ക് വിയോജിപ്പുണ്ട്. RSS എവിടെ നിൽക്കുന്നു? ഈ SDPI എവിടെ നിൽക്കുന്നു? നിങ്ങൾ ഈ രണ്ട് സംഘടനകളെയാണോ താരതമ്യം ചെയ്യുന്നത്? RSS എവിടെ നിൽക്കുന്നു സാർ? ശ്യാംരാജ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചാരപ്രവർത്തനത്തിന് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തപ്പോൾ RSSകാരിയാണെന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തുള്ളവർ, അതുപോലെ SDPIക്കാർ, പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ എല്ലാം ആ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, അവരൊന്നും വാതുറക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത്, അതായത് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഇൻ്റലിജൻസ് എന്തുകൊണ്ട് ഇവരുടെ ചാരപ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല? ഞങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അസ്കറിൻ്റെ വാക്കുകളിലൂടെയും അത് വ്യക്തമായി. അങ്ങനെ ഒരു ക്യാപ്സൂളാണിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തോ വലിയ വീഴ്ച വന്നു. മാത്രമല്ല, വളരെ സതുദ്ദേശപരമായിട്ടാണ് ഞങ്ങൾ ജ്യോതി മൽഹോത്രയെ കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷനായിട്ട് കൊണ്ടുവന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രമല്ല, അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. എന്തുകൊണ്ട് ജ്യോതി മൽഹോത്ര ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായപ്പോൾ ആ സ്ത്രീ ഇവിടെ ടൂറിസം പ്രൊമോഷന് വന്നിരുന്നു, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ തന്നെയല്ലേ സംശയം മണക്കുന്നത്? ശ്യാംരാജ്, ഈ ചോദ്യത്തിലോട്ട് വരാം ശ്രീ അനിൽ നമ്പ്യാർ. അതിനു മുമ്പ് ഒരു കാര്യം ഈ ഹസ്കർ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഇൻ്റലിജൻസും കേന്ദ്ര സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ ചോരക്കളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞൊരു 9-10 വർഷമായിട്ട് ഈ രാജ്യത്തിൻ്റെ എവിടെയെങ്കിലും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ, ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. ഇവിടെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത്, UPA ഭരിക്കുന്ന സമയത്ത് അത് അവർക്ക് പിന്തുണച്ച് ഈ ഇടതുപക്ഷം പിന്തുണ കൊടുത്ത സമയത്ത് ഒരു വിശേഷ ദിവസം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ ജ്യോതി മൽഹോത്രയെ ഇന്നലെ, ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹസ്കർ അടക്കമുള്ള ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് NIAക്ക് ഒരു ബോധോദയം ഉണ്ടായിട്ട് ഒരാളെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയൊന്നുമല്ല. അവരെ ദീർഘനാളായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പിന്തുടരുകയും കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള അറസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? തീവ്രവാദികളെ തൊടാൻ, തീവ്ര വർഗീയ സംഘടനകളെ തൊടാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് ചങ്കുറപ്പില്ല. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള രഹസ്യ ബാന്ധവം, ഈ വോട്ടും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടുമുള്ളത് കൊണ്ട് ഇവർക്ക് തൽക്കാലം തൊടാൻ വേണ്ടിയിട്ട് തീവ്രവാദ സംഘടനകളെയും തീവ്ര വർഗീയ സംഘടനകളെയും തൊടാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇവർ എന്തു പറഞ്ഞാൽ ഉടനെ RSS SDPI ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ തിയറി കൊണ്ടുവരും. എൻ്റെ ഹസ്കറെ RSS എവിടെ നിൽക്കുന്നു?
100 വർഷമായിട്ട് ഈ രാജ്യത്ത് ഇത്ര തെളിമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ഒക്കെ അങ്ങോട്ട് നമ്മുടെ ജനത്തിന് കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ രാജ്യത്ത് വളരെ വിശുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം RSS എന്താണെന്ന്. പക്ഷേ SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഇക്വേഷൻ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന ഏതാണ്? പലപ്പോഴും കേരളത്തിൽ നമ്മളത് ചർച്ച ചെയ്യാറില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊലപാതകം നടത്തുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ അത് നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളാണെന്നേ. ഇന്ത്യയിൽ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കുറെ കാലം നമ്മൾ പഠിച്ചില്ലേ. കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവു കൊല്ലപ്പെട്ടത്. എത്ര പേരാ ഈ NDA സർക്കാർ വന്നതിന് ശേഷം ഈ ഇടത് തീവ്രവാദികളെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ വെറുതെ ഇരുന്നിട്ട് RSS ABCD എന്ന് പറഞ്ഞിട്ടുള്ള തീവ്രമായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, RSS ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയതയിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങൾക്ക് SDPIയെ പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ വോട്ട് വേണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് രാജ്യമൊട്ടാകെ അറസ്റ്റ് നടന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്ന്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ രാജ്യത്തിന്റെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഉണ്ടാവാത്ത രീതിയിൽ അതിതീവ്രമായിട്ടുള്ള ഒരു ഹർത്താൽ നടത്തി 5 കോടി രൂപ ഇവരിൽ നിന്ന് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ട് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഈ ഹസ്കറിന്റെ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളിൽ നിന്ന് പണം കണ്ടുകെട്ടാൻ അത്ര തിടുക്കം കൂട്ടേണ്ടതില്ല എന്ന് കേരള പോലീസിനോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കുള്ളത്. ഏലത്തൂർ ട്രെയിന് തീവെപ്പുണ്ടായപ്പോഴത്തേക്ക് ആദ്യം കേരളത്തിലെ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞ എന്താണ്? അയാൾ മാനസിക രോഗിയാണ്. ഇപ്പം NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഉണ്ടെന്നാണ് അയാൾ ജിഹാദിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ ഏലത്തൂർ ട്രെയിൻ തീവെപ്പായിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമായിക്കോട്ടെ, തഹാവൂറാണ് വന്നതായിക്കോട്ടെ, ഇവർ പോപ്പുലർ ഫ്രണ്ടിനെ, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോപ്പുലർ ഫ്രണ്ടിനെ, SDPIയെ തീവ്രവാദ സംഘടന. ഒരു കാര്യം കൂടി ഞാൻ പറയാം, മരിച്ചു പോയിട്ടുള്ള ഇവരുടെ നേതാവ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി കേരളത്തിൻ്റെ ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് കേരളത്തിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS പിരിച്ചുവിട്ടുന്നേ. ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ ATSനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത്? പിന്നെ ഒരു കാര്യം കൂടി, കേരളത്തിലെ എന്തെങ്കിലും മോശപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹസ്കർ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ നിങ്ങളും ഈ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇവിടെ നിന്ന് തീവ്രവാദികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ കേരളത്തെ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ തരം താണിട്ടുള്ള ഈ നിലപാടുകൾ കൂടി നിങ്ങൾ അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ചില മോശം അവസ്ഥകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ഈ തിയറി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ദുഷിച്ച തിയറി ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിച്ചു കളയരുത്. പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോപ്പുലർ ഫ്രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അയ്യോ കേരളത്തെ എന്തോ മോശമായിട്ട് പറയുന്നത്. എൻ്റെ ഹസ്കറെ, കേരളത്തെ മോശമാക്കി പറയുകയല്ല, കേരളത്തിൻ്റെ മതേതരത്വം, കേരളത്തിലെ ജനങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിച്ച ആ പഴയ സ്ഥിതി അത് തിരിച്ചു കൊണ്ടുവരണം. അതിനെ ഇല്ലാതാക്കി പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമെല്ലാം ഇവിടെ വിളനിലമായി പൂണ്ട് വിളയാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളത് ഉറക്കെ പറയുക തന്നെ ചെയ്യും. ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ എന്താണ് സംഭവം? ഇന്നലെ വരെ ഇപ്പോൾ ആ സ്ത്രീ കേരളത്തിൽ വന്നു, സർക്കാർ ചെലവിൽ വന്നു, അവർ കുറേ റീലൊക്കെ എടുത്തിട്ട് പോയി, ആയിക്കോട്ടെ. ഈ ജ്യോതി മൽഹോത്ര വന്നു, ആയിക്കോട്ടെ. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് ഈ വിഷയം ഒളിച്ചു വെച്ചു? ഇവർ കേരളത്തിൽ സർക്കാർ ചെലവിൽ വന്നു എന്നുള്ള വിഷയം ഒളിച്ചു വെച്ചു എന്ന് ദേശീയ തലത്തിൽ വരെ ചർച്ചയായിട്ട് മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്നലെ വരെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു ആരോപണത്തെ പുച്ഛിച്ചു തള്ളുകയാണ്. അവിടെ തന്നെയാണ് കുറച്ചു മുമ്പ് ഹസ്കർ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസിന്റെ ഇടതുപക്ഷത്തിന്റെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ മടിയിൽ കനവുണ്ടെന്നേ. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒട്ടകപക്ഷിയെ പോലെ തല മണ്ണിനടിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണില്ല, നിങ്ങൾ ലോകത്തെ കാണില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കലാണ്. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് റിയാസിന് ഇതിനൊരു വ്യക്തത വരുത്താത്തത് എന്താണ്? ഞങ്ങളെല്ലാം ചമ്മിപ്പിക്കാമായിരുന്നല്ലോ, അയ്യേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത്രയാണ് വന്നിട്ടുള്ളത്, ഇത്രയുമാണ് ചിലവ് എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോൾ മുഹമ്മദ് റിയാസ് ചിരിച്ചു തള്ളുന്നതിൽ, പുച്ഛിച്ചു തള്ളുന്നതിൽ റിയാസിന് ഒളിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട്
ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ പോലെ വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ എന്താണ് ഇത്ര പ്രശ്നം. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു ഇതിലെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ, ഒന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ കൊണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തമാണ് എന്തൊക്കെയോ ഇവർക്ക് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വിവരാവകാശം വന്നില്ലെങ്കിൽ, ഈ ഒരു വിവരാവകാശ രേഖ വന്നില്ലെങ്കിൽ ഇന്ന് ഈ ചർച്ച നടക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ BJP ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം മൂടി വെച്ച ഇടത് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ തീവ്രവാദികളെ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇവിടെ നോക്കൂ, ഹമാസ് തീവ്രവാദികൾക്ക് എനിക്ക് തോന്നുന്നത് പാലസ്തീനിൽ കിട്ടുന്നതിനേക്കാളും വലിയ പിന്തുണ കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? കേരളത്തിലെ ഇടത് സർക്കാരാണ്, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഒന്നാലോചിച്ചു, പാലസ്തീനിൽ അവർക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിഞ്ഞെന്ന്. ഹമാസിനെതിരെ വലിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം പാലസ്തീനിൽ നടക്കെ കേരളത്തിൽ അവരുടെ നേതാക്കന്മാരുടെ ഓഡിയോ വന്നിട്ട് ഇവിടെ പ്രചരിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ നടത്താനും ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? ഈ ഇടതുപക്ഷ സർക്കാരാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തീവ്ര ഇസ്ലാമിക വർഗീയതയ്ക്ക്, തീവ്രവാദത്തിന് ഒക്കെ പിന്തുണ കൊടുക്കുന്ന സർക്കാരാണ്. അതൊന്നല്ല, 100 ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ ഈ മൗനം എന്ന് പറയുന്നത് ദുരൂഹമാണ്. ഇത്തരം ഒരു വിഷയത്തിൽ, നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ, ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ സന്ദേഹം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. അതിന് NIA റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇവിടെ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്തു പറഞ്ഞാലും ഇവർ പറയും അയ്യോ കേന്ദ്രത്തിൽ നിന്നും വന്നില്ലേ, കേന്ദ്രത്തിൽ നിന്നും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യന് ഈക്വലാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാനാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? ഒരു കാര്യം ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ശരി, ഞങ്ങൾ അംഗീകരിക്കാം, കേന്ദ്രത്തിൽ നിന്ന് തരാത്തതാണ് പ്രശ്നം ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വാചകം മടിയും പൊങ്ങച്ചോ ഒന്ന് നിർത്തണം. എന്തോ പിണറായി വിജയൻ എന്തോ വലിയ സംഭവമാണ്, ഇവിടെ ഞങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാചകം മടി നിർത്തിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നൊന്ന് സമ്മതിച്ചാൽ മതി. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ചുരുക്കി പറയാൻ വേണ്ടിയിട്ടുള്ളത്, മുഹമ്മദ് റിയാസിന്റെ നിശബ്ദത ദുരൂഹമാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്താണ് വിഷയമെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള മര്യാദ മുഹമ്മദ് റിയാസ് കാണിക്കണം. അത് കാണിക്കാത്തിടത്തോളം വരെ സാധാരണ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഈ സ്ത്രീ കേരളത്തിൽ വന്നതും സർക്കാർ ചെലവിൽ താമസിച്ചതിലും ദുരൂഹത ഉണ്ട് എന്ന് മാത്രമേ അനുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. യെസ്, ഡോക്ടർ നുസ്രത് ജഹാൻ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്കൊന്നും ജ്യോതി മൽഹോത്ര പോയിട്ടില്ല. അതേസമയം അപ്രധാനമായ ചില കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പറയുന്നത് കാശീപുരം വനശാസ്ത്ര ക്ഷേത്രം ഉത്സവത്തിൽ ഇവർ പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആർ അനുമതി കൊടുത്തു എന്ന് വ്യക്തമാക്കപ്പെടേണ്ടത് ഉണ്ട്. മാത്രമല്ല, ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നേരത്തെ അസ്ക പറഞ്ഞതുപോലെ മടിയിൽ കനമില്ലെങ്കിൽ ജ്യോതി മൽഹോത്രയുടെ ഈ റൂട്ട് മാപ്പ്, അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ കൂടെ ടൂറിസം വകുപ്പ് ഒരു ഗൈഡിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇതെല്ലാം തുറന്ന് പറയേണ്ടതല്ലേ ടൂറിസം വകുപ്പ്? മാത്രമല്ല, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, കോഴിക്കോട്ടുകാരിയായ ശ്രീമതി നുസ്രത് ജഹാന് അറിയാം അദ്ദേഹത്തിൻ്റെ പഴയ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ആരോപണങ്ങൾ, അതിൽ ചിലതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? മടിയിൽ കനമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു കൊഞ്ഞലം കാട്ടലാണ്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത് പറയുമ്പോ മുസ്ലിം ആയിരുന്നെങ്കിൽ, ഇപ്പൊ അഡ്വക്കേറ്റ് അഷ്കർജി പറഞ്ഞു, മുസ്ലിം ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് ഇസ്ലാമിന്റെ പേരിൽ, വെരി സോറി സർ ടു സേ യു ദാറ്റ്, മുസ്ലിം ആയിരുന്നെങ്കിലല്ല, രാജ്യദ്രോഹത്തിന് സീറോ ടോളറൻസ് ടു ടെററിസം എന്നാണ് രാജ്യം ഇന്ന് പറയുന്നത്. പണ്ടത്തെ രാജ്യമല്ല ഇന്ന് ഭാരതം. അപ്പൊ ആ സീറോ ടോളറൻസം ഉള്ള ഈ രാജ്യത്ത് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ നമ്മൾ എതിർക്കുന്നത് എന്താണ്? രാജ്യത്തിന് വിരോധമായിട്ട് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും രാജ്യത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത മഹാത്മാഗാന്ധിനെ വരെ നമ്മൾ വിമർശിക്കുന്നു.
രാജ്യത്തിന്റെ പിന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു പിക്ചർ, ബ്രിട്ടീഷ് കൊടുത്ത ഒരു പിക്ചർ മാത്രമേ ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. യു ഹാവ് ടു ലേൺ അബൌട്ട് വാട്ട് വാസ് ഗാന്ധിജി ഇൻ ഗുജറാത്ത്, വാട്ട് വാസ് ഹിസ് ഫേസ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതേപോലെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഇസ് എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആൻഡ് അഡ്വക്കേറ്റ്. കോഴിക്കോട്ടുകാരനായ അയാൾ എല്ലാത്തിലും A to Z കാര്യങ്ങൾ നോക്കി. ഇതാണ് എന്റെ അനുഭവത്തിൽ പോലും എനിക്കറിയാം. ഇല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധനായ ഒരാളാണ് അദ്ദേഹം, മന്ത്രി അല്ലാത്ത കാലഘട്ടത്തിൽ. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാ പറയണേ. ഇനി എന്താ ചോദിച്ചാൽ അപ്പൊ പറയാം. ഇപ്പൊ ഇവിടെ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഒരു വ്ളോഗറെ കൊണ്ടുവരുമ്പോ വാട്ട് വാസ് ദ മാൻഡറ്ററി ഹി ലുക്ഡ്? ഈ വ്ളോഗർ എന്ത് ചെയ്യണു? വ്ളോഗറെ നോക്കുമ്പോ ഇപ്പൊ ഒരാളെ സെർച്ച് ചെയ്യുമ്പോ ജാതകം പോലും കല്യാണം കഴിക്കാൻ നോക്കേണ്ട കാലം അല്ലാതെ പോയിരിക്കണ ഡിജിറ്റൽ വേൾഡില് വാട്ട് ഷീ വാസ് ഡൂയിങ് എന്തുകൊണ്ട് ഈ മന്ത്രി ശ്രദ്ധിച്ചില്ല? അല്ലെങ്കിൽ ഇവരൊരു സുന്ദരി ആയതുകൊണ്ടാണോ കേരളത്തിൽ വന്നത്? കേരളത്തിൽ എത്രയോ സുന്ദരിമാരുണ്ടായാലും നല്ല വ്ളോഗേഴ്സ്. ടൂറിസം എന്ന് പറയുന്നത് ഇതല്ല. കേരള ടൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യണേ? ഇവര് അമേരിക്കനല്ല ഇപ്പൊ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഇവർ കാണുന്നതും ആ മോഡൽ പോകുന്ന ഇവര് അമേരിക്കയിലെ ടൂറിസമോ ബ്രിട്ടന്റെ ടൂറിസമോ ഒക്കെ എന്താ ഇവിടെ നടക്കാത്ത? ഒരു പുഴയെങ്കിലും ക്ലീൻ ആക്കി വെക്കാൻ ഈ ഗംഗയൊക്കെ ചെയ്ത പോലെ വെക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത ടൂറിസം. പൊട്ടൻഷ്യൽ ഓഫ് ടൂറിസം ഇസ് അവർ നേച്ചർ. വയനാട് ദുരന്തം, പിന്നെ ഇങ്ങനെയുള്ള കുറെ ദുരന്തങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെ ഇന്നും പുനരധിവാസം ഇല്ലാത്ത എന്ത് ടൂറിസമാണ് നിങ്ങൾ നടത്തുന്നത്? വയനാട്ടിലൊക്കെ പുഴകളുണ്ട്. ആ പുഴകൾക്ക് ഏതെങ്കിലും ഒരു പുഴ, ഞാനൊരു പുഴേന്റെ തീരത്ത് ജനിച്ചു വളർന്ന ആളാ, ചാലിയാറിന്റെ. അവിടെ കമ്പനി ഗോളിയറൻസിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ CIQ എന്ന് പറഞ്ഞ ഒരു സംഘടന ST ഒക്കെ കൂടിയിട്ട് കളിച്ച് ആ കമ്പനി പൂട്ടിച്ചു. ആർക്ക് നഷ്ടമായി? ആ നാടിന് നഷ്ടമായി. ഇന്നും ആ കമ്പനി പോയിട്ട് ആ പുഴേന്റെ സ്ഥിതി അറിയോ? ഇടിഞ്ഞിടിഞ്ഞ് പുഴ വീതി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഇത്രയും സുന്ദരമായ ഒരു പുഴ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് പിന്നെ ബിർള അവിടെ അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രീസ് പണിയണമെങ്കിൽ എത്ര സുന്ദരമായിരുന്നു ആ സ്ഥലം എന്ന്, ആ ഗ്രാമം എന്ന് നിങ്ങൾ ഓർക്കണം. ആ ഗ്രാമത്തിനെ പോലും ടൂറിസത്തിന്റെ പേരിൽ ഒന്നും വരെ കാട്ടിയിട്ടില്ല. എല്ലാം ഇവര് പറയണ ടൂറിസം എന്ന് പറയണ ഇവരെ മടിയിൽ കന വെച്ചുകൊണ്ട് തന്നെയാ പറയണേ. പിന്നെ വേറൊരു കാര്യം പറയാം, ഇന്റലിജൻസ് ഓഫ് സെൻട്രൽ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണേ എന്തോ? 140 കോടി ആൾക്കാരെ ഇന്റലിജൻസ് എടുക്കാൻ പറ്റുമോ? ഞാൻ പോലും ഒറ്റയ്ക്ക് ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അയാളോടുമായിട്ട് എന്തെങ്കിലും പിന്നെ ബിസിനസ്സോ പാർട്ടിയോ എന്ത് നോക്കുകയാണെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കൂ. നമുക്ക് അയാളെ എല്ലാ ജാതകങ്ങളും അയാളെ റീലിനും അയാളെ പോസ്റ്റിന്നും എല്ലാം കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ എന്തുകൊണ്ട് ഇവരുടെ ഇത്രയും തവണ പാകിസ്ഥാൻ പോയ ഒരു വ്ളോഗറാണ് ഇവര് ജ്യോതി മൽഹോത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും സമർത്ഥനായ ഒരു മന്ത്രിക്ക് സാധിച്ചില്ല? ഗവൺമെന്റ് മുഴുവനും വേണ്ടാലോ അതിന്. ഒരു മന്ത്രിക്ക് ഉത്തരവിട്ടാൽ അറിയില്ലേ? ആ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചൂടെ? അവിടെ CID ഇല്ലേ? അവർക്ക് അന്വേഷിച്ചൂടെ? കേരള പോലീസ് ഇല്ലേ? എല്ലാം കേന്ദ്രത്തിന് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്. അപ്പോ അതൊക്കെ മടിയിൽ കനമുള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് അവരെ കൊണ്ടുവന്ന് മുഖ്യമായ സ്ഥലങ്ങൾ ഇവര് ചിത്രീകരിച്ച് പഹൽഗാം വരെ ഇവര് പോയി. ഈ സംഭവം പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് ഇവര് പോയി. അവിടെ പോയിട്ട് എന്താണ് സ്പോട്ട് ചെയ്ത്, അതേപോലെ ആ കാരണത്താലാണ് നമ്മളെ കേരളത്തിൽ ഇവര് വന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പഹൽഗാം അറ്റാക്കിലെ 4 സൂത്രധാരനല്ല അറ്റാക്ക് ചെയ്തതിൽ ഒരുത്തനും കേരളത്തിലാണ്. അവന് പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നത്. അത് എവിടെയാണെന്ന് ഈ ഗവൺമെന്റ് പറയണോ? എവിടെയാണ് ഈ ലോകത്തില്ലാത്തൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിലുള്ളതെന്ന് അറിഞ്ഞാല് എന്തിനാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ അമേരിക്കയിൽ പോണേ? ഇത്ര വലിയ ലാബ് ടെക്നീഷ്യൻ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള എല്ലാ പിന്നെ ടെററിസത്തിന് വേണ്ട എല്ലാ ടെക്നീഷ്യനും പഠിക്കാനും അവർക്ക് ഊണൊരുക്കാനും ഹോട്ടലുകൾ കൊടുക്കാനും ടൂറിസം കേന്ദ്രമാക്കാനും ഒക്കെ കേരളം ഇന്ന് പിന്നെ മുന്നോട്ട് വന്നിരിക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. തഹാവൂർ റാണ വന്ന് കേരളത്തിൽ ഹോട്ടലിൽ താമസിച്ചു. അന്ന് BJP മോദിയല്ല കേരളം ഭരിച്ചിരുന്നത്. ഇതൊന്നും എന്തുകൊണ്ട് ഒരാൾ വന്നാല് അവർക്കൊക്കെ ആധാർ കാർഡില്ലേ, പാസ്പോർട്ടില്ലേ, ഇവർ പോയ രാജ്യങ്ങൾ ഇതാക്കില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ഉദാഹരണം പറയാ, പാകിസ്ഥാൻ പോയ ഒരാള്, നമ്മളാരും പാകിസ്ഥാൻ പോകാൻ ആഗ്രഹിക്കില്ല. കാരണം ലോകത്ത് എവിടെ പോയാലും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനിൽ എൻ്റർ ആയ ഒരു സീല്. അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പിന്നെ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യണ ഒരാളെ കല്യാണം ഉണ്ടായിട്ട് എല്ലാവർക്കും
പിന്നെ പാകിസ്ഥാൻ കല്യാണത്തിന് പോവാൻ സുഹൃത്തിന്റെ അവർക്ക് ദുബായിൽ നിന്ന് വിസ അടിക്കുന്ന സമയത്ത് ഇന്ത്യൻ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ളവർ തന്നെയാ അവർക്ക് വിസ അടിച്ചു കൊടുത്തിട്ടില്ല എംബസി. എല്ലാം കഴിഞ്ഞു. വാട്ട് ഈസ് യുവർ എംബസി എന്നൊക്കെ ചോദിച്ച് ഇവരെ സ്റ്റുപ്പിഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവര് നേരിട്ട് എംബസിയിൽ പോയി പിന്നെ അവിടുത്തെ ഓഫീസറിനെ കണ്ടു. ഓഫീസറിനെ കണ്ട പറഞ്ഞു, സി യു ആർ യങ് ഗൈസ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ടു പാകിസ്ഥാൻ, യുവർ ഫ്യൂച്ചർ വിൽ ബി ബ്ലാക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് വി ആർ റിജക്റ്റിംഗ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പറഞ്ഞു. അപ്പൊ ഇത്ര പോലും ഒരു വിദേശ രാജ്യത്തും ജോലി ചെയ്യണ ഒരാൾക്കൊരു കല്യാണത്തിന് പോകാൻ പോലും ഇന്ത്യൻ എംബസി സമ്മതിക്കുന്നില്ലെങ്കിൽ അതുപോലെ പാകിസ്ഥാനിൽ പോയ ഒരാള് നമ്മളെ രാജ്യത്ത് നമ്മളെ നാട്ടിൽ വരുമ്പോ നമ്മൾ നോക്കണം. അപ്പോഴാണ് അറിയിക്കേണ്ടത്. ഇവരന്വേഷിക്കും. അല്ലാതെ മോദി ഇവിടുത്തെ ഐബിക്കു ഈ മൽഹോത്രനെ പിടിച്ച് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല കേട്ടോ, ഇല്ല. പാകിസ്ഥാനിൽ പോയി അവർക്ക് ടെററിസ്റ്റ് IS-ന്റെ സംരക്ഷണം കിട്ടിയ ഫോട്ടോവും വീഡിയോ അവിടെ ഉണ്ട്. അതൊക്കെ കാണണ്ട മുഹമ്മദ് റിയാസ് ആയിട്ട് അറിയിക്കണേ. ഇതാ ഞാനിങ്ങനെ ഒരു ബ്ലോഗറിനെ ക്ഷണിക്കാൻ പോയപ്പോ ഷീസ് ഹാവിംഗ് ദിസ് ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പണിയുന്ന ഈ സഖാക്കന്മാർക്ക് ഈ ബുദ്ധി വരുന്നില്ല? എന്തുകൊണ്ട്? എല്ലാത്തിനും വായടിച്ച് നമ്മളെയൊക്കെ അങ്ങോട്ട് സംസാരിച്ച് ഒരു ഇരുത്തു. പക്ഷെ ഇപ്പൊ ആർക്കും മിണ്ടാനില്ല. മുഹമ്മദ് റിയാസ് ആപ്പ് ടു ആൻസർ ഫോർ ദിസ്. മിണ്ടാതെ നടന്നിട്ട് ഒരു കാര്യമില്ല. അയാൾക്ക് നമുക്ക് മുമ്പേ പറഞ്ഞു തരായിരുന്നു ജ്യോതി മൽഹോത്ര ആരാണെന്ന്. മുഹമ്മദ് റിയാസിനെ ആക്ച്വലി പറയായിരുന്നു അവര് പിന്നെ പഹൽഗാം പോകുന്നതിന് മുമ്പേ. സോ ദിസ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ഫോർ എ മിനിസ്റ്റർ. അതല്ല, എത്ര പെട്ടതാണ് ഉത്തരം നൽകുന്നത്. ഒന്നാമത് ദാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, പ്രതികരണം. മാത്രമല്ല ഒറ്റയടിക്ക് പറയാ കേരള ടൂറിസത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്. എന്ത് ടൂറിസം അവിടെ ഉണ്ടാക്കിയേ? ഗഡ്കറി ഉണ്ടാക്കിയ റോഡ് കാണിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്നതോ? നാഷണൽ ഹൈവേ കാണിച്ചിട്ട് ഹൈ റേഞ്ചിലൊക്കെ വേറെ എന്ത് ടൂറിസം അവിടെ ഉള്ളത്? ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ബോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ? എന്താ ഉള്ള അവിടെ? പിന്നെ കേരളത്തിന്റെ ഫുഡ്, മലബാറിലെ ഫുഡിന് വേണ്ടിയിട്ടെങ്കിലും ഫറോക്ക് പാല ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ലൈറ്റ് ഇടാൻ ഇപ്പൊ കുറച്ച് പൈസ 100 രൂപ കൊടുത്താ കിട്ടൂലേ? ചെയ്യാല്ലേ? വേണമെങ്കിൽ അയച്ചുതരാം. നിങ്ങൾ കൊച്ചി മുഴുവൻ, ട്രിവാൻഡ്രം മുഴുവനായിട്ട് 100 രൂപ കൊടുത്താൽ കിട്ടും. അത് അവരും വന്ന് ഫിറ്റ് ചെയ്ത് തരും ഇലുമിനേഷൻ. ഇതൊക്കെ അവർക്ക് വലുതായിട്ട് തോന്നും. പക്ഷെ രേഖകൾ പരിശോധിക്കേണ്ടതിന് നമുക്കൊരവസരം. എനിക്കൊരാളെ പറ്റിയ സംശയം, ഞാൻ ഒരാളെ തോന്നിയാൽ ഞാൻ അപ്പൊ ഇൻഫോം ചെയ്യും. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല, എനിക്ക് പഠിക്കണം തോന്നുക. എന്താന്ന് പറഞ്ഞാൽ ഇന്ന ആൾ ഇന്നതല്ലേ, ഇവരെ പറ്റി നിങ്ങൾക്ക് നേരത്തെ അറിയാവോ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ അതുപോലും അറിയാത്ത ഇവരൊക്കെ എന്ത് മന്ത്രിമാരായിട്ട് ഇരിക്കണേ. പക്ഷെ ഇവരൊക്കെ ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ കോഴിക്കോടിലെല്ലാം എല്ലാവർക്കും അറിയാം. നാട്ടുകാരോട് ചോദിച്ചാൽ മതി. സഖാക്കന്മാര് പറയില്ലായിരിക്കും, ബാക്കി എല്ലാവർക്കും അതറിയാം. ഓക്കെ. രാജ്മോഹൻ സാർ, നേരത്തെ ശ്യാം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടായി. അതായത് ജ്യോതി മൽഹോത്രയെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കടന്നു എന്ന് അറസ്റ്റ് ചെയ്യല്ല. അവരുടെ പ്രവർത്തനം കൃത്യമായി മോണിറ്റർ ചെയ്ത ശേഷം, നിരീക്ഷിച്ച ശേഷം ആയിരിക്കും അവരെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പല സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, അതെല്ലാം ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രതിരോധിക്കുന്നത്, ഇപ്പം മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമായി, പ്രതിരോധിക്കുന്നത് ഇത് കേന്ദ്രം അറിയിക്കണ്ടേ, കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലേ, ആ രീതിയിലാണ് ഇതിനെ വിവക്ഷിക്കുന്നത്. താങ്കൾക്ക് ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയായിരിക്കും എങ്ങനെയാണ് NIA-യിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഇടപെടൽ, എങ്ങനെയാണ് ഇവരെ മോണിറ്റർ ചെയ്യുന്നത്, ഇത്തരം വ്യക്തികളുടെ പിന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഇടപെടലുകളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്, ഇതൊക്കെ ഒരുപക്ഷെ താങ്കൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നൊരു സംവിധാനം ഉണ്ടാവുമല്ലോ. നമുക്കറിയാം ഇവിടെ കേരളത്തിലും നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, IBയുടെ പിന്നെ യൂണിറ്റും ഉണ്ടല്ലോ കേരളത്തിൽ. അവർക്ക് ഒരുവിധം എല്ലാ ജില്ലകളിലും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യില്ലേ? അതൊന്ന് പ്രേക്ഷകർക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അനിൽ നമ്പ്യാർ, ഈ കളക്ഷൻ ഓഫ് ഇന്റലിജൻസ് ഒരു കമ്പൈൻഡ് വർക്കാണ്. സംസ്ഥാനവും സെൻട്രലും
ബാക്കി അന്വേഷണ എല്ലാ ഏജൻസികളും മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ട്, അങ്ങനെ ഇതിന് സെൻട്രലിൽ തന്നെ നമുക്കൊരു മാക്ക് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൾട്ടി ആക്ഷൻ സെല്ലൊക്കെ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ്. ഇതെല്ലാം എല്ലാ സംസ്ഥാനത്തും എല്ലാ ഇൻഫർമേഷനും എല്ലാ സമയവും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഡൽഹിയിലെ നമ്മളെ മൾട്ടി ആക്ഷൻ സെല്ലിൽ എല്ലാ കാര്യങ്ങളും മിനിറ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കും. ഇന്ത്യയുടെ പല ഭാഗത്തും അത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി IG ലെവൽ ഉദ്യോഗസ്ഥൻ്റെ അവിടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഒരു വലിയ സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ കളക്ഷൻ ഓഫ് ഇന്റലിജൻസ് പറയുന്നത് സംസ്ഥാനവും സെൻട്രലും ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പല വിവരങ്ങളും സംസ്ഥാനത്തിന്റെ കയ്യിൽ വരും, അത് സെൻട്രലിൽ കൊടുക്കും. സെൻട്രലിൽ വരുന്ന പല കാര്യവും സംസ്ഥാനത്തിനും കൊടുക്കും. പക്ഷെ ഇതിൽ ചില സമയം ദർവാസ ബ്ലാങ്ക് ഏരിയ ഉണ്ടാവും, ഒരു ഗ്രേ ഏരിയ ഉണ്ടാവും. കാരണം രണ്ടു കൂട്ടർക്ക് മനസ്സിലാവാത്ത പല സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും അത് മനസ്സിലായി വരുന്നത്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മളെ ഈ ബ്ലോഗർ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഏജൻസി സ്റ്റേറ്റിനെ അറിയിച്ചില്ല എന്നാണ് ശ്രീ അസ്കർ പറയുന്നത്. അങ്ങനെ ഒരു അറിയിക്കണമെന്നില്ല. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം ഇത് അറിയിക്കുന്നോ അല്ല. ഇവിടെ ഈ ബ്ലോഗർ ഇവിടെ വന്നതിന് ശേഷം അവർ മടങ്ങിപ്പോയതിന് ശേഷം അവരെ ഗവൺമെന്റ് ഹരിയാനയിലത്തെ ഹിസാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ പേരിൽ ഒരു കേസ് അത് ഒരുപാട് ഇൻപുട്സ് ഉള്ളതുകൊണ്ട് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരവും പിന്നെ ഭാരതീയ ന്യായ സമിതിയിലത്തെ കൺസേൺഡ് വകുപ്പ് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ ഇൻഫർമേഷൻ പബ്ലിക്കിൽ ഡൊമൈനിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരളക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള തുറന്ന് സംസാരിക്കണമായിരുന്നു. ശരിയാണ്, നമ്മുടെ ഒരു ബ്ലോഗർ വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഗസ്റ്റായി വന്നതാണ്, പക്ഷെ നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ഈ ദേശവിരുദ്ധ പ്രവർത്തനം വന്നാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം ഗവൺമെന്റ് ഓപ്പണായി മുന്നോട്ട് വരണമായിരുന്നു. ഗവൺമെന്റിന് എന്താണ്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ വരണമായിരുന്നു. കാരണം അതൊന്നും ചെയ്യാതെ അത് ഹഷപ്പ് ചെയ്ത് വെക്കാൻ നോക്കി. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അല്ലാതെ ഞാനൊന്നും ഒരിക്കലും കരുതുന്നില്ല നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ ഇവരെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ടുവന്നും ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല. അങ്ങനത്തെ ഒരു തിയറിയോ അങ്ങനത്തെ ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കില്ല. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു വീഴ്ച വന്നപ്പോൾ ആ വീഴ്ച ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ ഈ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് പുറത്തു വന്നത് തന്നെ ഈ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു RTI പോയപ്പോഴാണ് അതിനെക്കുറിച്ച് പുറത്തു വന്നത്. അതിൽ തന്നെ പല ഇൻഫർമേഷൻസും ഇപ്പോഴും വന്നിട്ടില്ല. അത് വന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റലിജൻസ് ഫെയിലിയറോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഭാഗത്തുള്ള ആക്ഷൻ, കാരണം നമ്മൾ ക്ലീൻ ആണെന്ന് പറയുന്നു. യെസ്, നമ്മുടെ ക്ലീൻ ആണ്. പക്ഷെ അത് പൊതുമധ്യത്തിലൂടെ വരുത്തണം. നമ്മുടെ ക്ലീൻ ആണെന്ന് നമ്മളെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയതാണ്. അതിന് ഏത് ഉത്തരവാദിത്വം, ആർക്കാണ് ഉത്തരവാദിത്വം? ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഈ ഏജൻസി ഉണ്ട്, ഇതിങ്ങനെ ഈ എല്ലാ സംസ്ഥാനത്തും സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ട്, അവരാണ് ഉത്തരവാദി. അതല്ല നമ്മുടെ അടുത്ത് ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി. ഇതൊക്കെ മനസ്സിലാണ്. കാരണം 2023 മുതൽ ഈ ലേഡി വളരെ ക്ലോസ് വാച്ചിലാണ്. പക്ഷെ അത് ഒരു ഇൻപുട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല. അതാണ് അതിന്റെ ഇപ്പൊ ഹിസാർ SPയെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അവര് പറയാണ് ഈ 2023 ഇവര് പാക് എംബസിയിലും അവിടെ പോയപ്പോൾ അവിടെ ചില ആൾക്കാരെ പരിചയപ്പെട്ടു. അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയി, അതിനുശേഷം മടങ്ങി വന്നു. അവിടുന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ വേ ഓഫ് ലിവിങ്ങും വരുന്ന ഫണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവരുടെ പേരിൽ അതുകൊണ്ട് കേസ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും അറിയിക്കാനും പറ്റൂല. അപ്പൊ അവിടെ ക്ലോസ് വാച്ചിലെ ഒരാളാണ്. ആ ക്ലോസ് വാച്ചിലെ ആള് 2023 തന്നെ അവർ ക്ലോസ് വാച്ചിലാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് 2025 അപ്പോൾ ഇവിടെ വന്ന ഉടനെ അവിടുന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ, നമുക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ ഒരു ബ്ലോഗർ വന്ന് പോകുമ്പോൾ അവർക്ക് അന്വേഷിക്കാമായിരുന്നു, അവർ ചെയ്തില്ല. അതൊരു വീഴ്ചയാണ്. അത് സാധാരണ വന്നു പോകുന്നതാണ്. അത് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഏജൻസി ഫെയിൽ പറയാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഈ ബ്ലോഗർ ഇവിടെ വന്ന് പോയതിനു ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലത്തെ എല്ലാ ഏജൻസിക്കും മനസ്സിലായി ഈ ബ്ലോഗർ ഇങ്ങനെ ചില ആന്റി സോഷ്യൽ, ആന്റി നാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ലൈം ലൈറ്റിൽ വന്നത്. അതാണ് ഒരു ഇഷ്യൂ ആയത്. അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ നമ്മൾ ഗവൺമെന്റ് തയ്യാറായില്ല. അല്ലെങ്കിൽ പ്രോപ്പറായി അഡ്രസ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഫെയിൽ ആയിപ്പോയി. ആ കാര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് പറയാം, ഇതാ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങളത് തിരുത്തുകയാണ്
ഇത്ര ഉറുപ്പിയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഈ ഏജൻസി മുഖാന്തരം വന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ല. അവർ വന്നിട്ട് ഈ 41 ബ്ലോഗേഴ്സ്, 41 ബ്ലോഗർമാർ ഇവിടെ വന്നിട്ട് അവർ ടൂറിസം പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ മെച്ചം നമ്മൾ ടൂറിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഗവൺമെന്റ് തുറന്ന് പറയാം. അത് പറയാത്തതുകൊണ്ടാണ് ഇപ്പൊ പൊതുമധ്യത്തിൽ ഇങ്ങനെ സംശയം വന്നത്. ഈ സംശയങ്ങൾ ഇപ്പൊ പല കഥകളും വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമാണ്, നമ്മുടെ നാടല്ലേ. പല രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് അവർ താല്പര്യങ്ങൾ നോക്കും, പൊളിറ്റിക്കൽ പാർട്ടി വേറെ ചില ആൾക്കാർ അവർ താല്പര്യം നോക്കും. പക്ഷെ നമ്മൾ ഗവൺമെന്റ് നിലയിൽ ഒരു ഓപ്പൺനെസ്, അതായത് അത് ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയി പുറത്തു വരണമായിരുന്നു. ഇതെല്ലാം ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ പൊതുമധ്യത്തിൽ കൊണ്ടുവരാം. അത് ഫെയിലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവരിവിടെ ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടുവന്ന് പരവനാരം വിളിച്ച് ഇവിടെ അവര് വേറെ പല കാര്യങ്ങൾ ചെയ്തൊന്നും ഒരിക്കലും ഞങ്ങൾ ആരും പറയുന്നില്ല, അങ്ങനെ അഭിപ്രായം നടക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം, സർക്കാർ ചെയ്യേണ്ട കാര്യം, ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഫിക്സ് ചെയ്തിട്ടില്ല. ആരാണ് ഉത്തരവാദി എന്ന് മനസ്സിലാക്കണം. അത് നടപടിയെടുത്തതിന് ശേഷം ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് പൊതുമധ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ ചാൻസ് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് അസ്കർ, ടൂറിസം വകുപ്പിന് ഇതിലൊന്നും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഇല്ലെങ്കിൽ, നേരത്തെ രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തുകൊണ്ട് ഇതൊന്നും തുറന്ന് പറയുന്നില്ല? മാത്രമല്ല, പൊതുസമൂഹത്തിന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ജ്യോതി മൽഹോത്രയെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്, ആരാണ്, ഏത് ഉദ്യോഗസ്ഥനാണ്, ടൂറിസം വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടത്? മാത്രമല്ല, ഇവരുടെ യാത്ര, അതുപോലെ താമസം എല്ലാം പിന്നെ സൗജന്യമായിരുന്നല്ലോ. ഇവർക്ക് ഒരു ഗൈഡിനെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാരാണ്? ഇവർ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? ഇപ്പോഴും അതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പലതും ഇങ്ങനെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഒരു അതിഥി, ആ ഗസ്റ്റ് എവിടെയൊക്കെ പോയി എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ടൂറിസം ഡയറക്ടറാണ്, അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയാണ്. അപ്പോൾ അത് തുറന്നു പറയുന്നതോടെ, പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതോടെ, വ്യക്തമായ ഉത്തരം നൽകുന്നതോടെ അതവിടെ, ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരും പറയുന്നില്ല, പാക് ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നത് ചാരവൃത്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയാണോ എന്നൊന്നും ആരും അധിക്ഷേപിക്കുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം ആരും ഉയർത്തിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ചിലതൊക്കെ ഒളിച്ചു വെക്കുന്നു, ചിലതൊക്കെ മറച്ചു പിടിക്കുന്നു. അവിടെ വീണ്ടും സംശയം ബലപ്പെടുകയാണ്. അഡ്വക്കേറ്റ് അസ്കർ, നിങ്ങളൊരു പ്രൊപ്പഗൻഡ പൊളിറ്റിക്സ് ആണ് നടത്തുന്നത്. കേരള ടൂറിസത്തെ തകർക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. 41 സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള 41 പേരെയാണ് കേരളത്തിൽ വരുത്തിയിട്ടുള്ളത്. അവരാണ് ഈ 41 പേരെ ക്ഷണിച്ചത് ഏത് ക്രൈറ്റീരിയ? അതൊരു സ്വകാര്യ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയുടെ പങ്കാളിത്തത്തോടു ഏത് ഏജൻസിയാണ്? ഏജൻസിയുടെ പേര് അതെല്ലാം പുറത്തു വരുന്നേ, ഞാനല്ലല്ലോ അത് പറയേണ്ട ഉത്തരവാദിത്വം. ആ ഒരു സ്വകാര്യ ഏജൻസിയുടെ പങ്കാളിത്തത്തോടെ 41ഓളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുക്കുകയും അതിലൊരാൾ നിർഭാഗ്യവശാൽ ജ്യോതി മൽഹോത്ര ആയതുകൊണ്ട് നിങ്ങൾ കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നതിന് വേണ്ടി അതൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ള പരിതാപകരമായ ഈ 41 ബ്ലോഗർമാർക്ക് വേണ്ടി അവരുടെ യാത്രയ്ക്ക്, അവരുടെ താമസത്തിന്, അവരുടെ ഭക്ഷണത്തിന് എത്ര ചെലവായി എന്ന് എന്താ നിങ്ങൾ പുറത്തുവിടാത്തത്? അല്ല, ഇതാണോ പ്രയോറിറ്റി? അഡ്വക്കേറ്റ് അസ്കർ ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നു അല്ലെ, എപ്പോഴും നെഞ്ചത്തടിച്ച് കരച്ചിലാണല്ലോ. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പണം തരുന്നില്ല, ഞങ്ങളെ രണ്ടാം കിടക്കരായി കാണുന്നു എന്നൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന നിങ്ങൾ, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? 41 വ്ളോഗർമാരെയും വിളിച്ച് കേരള ടൂറിസത്തിന്റെ പ്രൊമോഷൻ നടത്തുക. ആ പാവപ്പെട്ട ആശമാർക്ക് ഇതുവരെ 10 പൈസ കൊടുത്തിട്ടില്ല, അവർക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തില്ല. കേരള ടൂറിസം അതിന്റെ പ്രൊമോഷൻ നടത്തേണ്ടത് ഈ വ്ളോഗർമാരാണോ? ആണോ? ഒരു അന്നമ്പേർ ഒരു കാര്യം ചെയ്യൂ, ഈ കേരളം എങ്ങനെ ഭരിക്കണമെന്ന് നിങ്ങൾ ഒരു ടൈം ടേബിളും ഞാൻ എന്റെ സജഷൻ തരാം. ഇതിലും ഭംഗിയായിട്ട് പരിചയ കാണിക്കുകയും ചെയ്യാം. ഈ ചർച്ചയ്ക്ക് പകരം പ്രിയപ്പെട്ട അൽനമ്പ്യാർ, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് പകരം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഴുവൻ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുക ധൈര്യം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കടമക്കുടിയെ കുറിച്ചാണ്, കൊച്ചിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ദ്വീപിനെ കുറിച്ച്. ആനന്ദ് മൽഹോത്ര മഹേന്ദ്ര വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളെ തുടർന്ന് മാധ്യമങ്ങൾ ആകമാനം
ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രാമങ്ങളിൽ ഒന്ന് കടമക്കുടിയാണെന്ന് അദ്ദേഹം പറയും. ഡിസംബറിൽ അദ്ദേഹം വരാൻ പോകുന്നു എന്നത് അദ്ദേഹം കടമക്കുടി മാത്രമല്ല അഡ്വക്കേറ്റ് അസ്ക, എന്റെ നാട്ടിലുണ്ട് കുറെ സ്ഥലങ്ങൾ. അൺസീൻ കേരളയുണ്ട് സാർ. നിങ്ങൾ മലബാറിലേക്ക് പോവാ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്താ കേരളത്തിന്റെ ടൂറിസം? എന്താ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവളം, അതുപോലെ മൂന്നാർ, പിന്നെ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒതുങ്ങിക്കിടക്കുകയാണ്. അത് പാടില്ല, അത് പോരാ. നിരവധി സ്ഥലങ്ങൾ, മനോഹരമായിട്ടുള്ള ഈ കടമക്കുടി പോലുള്ള നിരവധി സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനെ ഇപ്പോ ഈ ജ്യോതി മൽഹോത്ര അടക്കം 41 ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിൽ വന്നതും അവർ റീൽസ് ഷൂട്ട് ചെയ്തതും നിങ്ങൾ ഈ പറഞ്ഞ അൺസീൻ കേരള സ്പോർട്സുകൾ തന്നെയാണ്. അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊരു വളരെ സതുദ്ദേശപരമായി സംസ്ഥാന കടമക്കുടിയിലേക്ക് ആനന്ദ് മഹീന്ദ്ര വരുന്നതിന് ജ്യോതി മൽഹോത്രയുടെ ബ്ലോഗ് കണ്ടിട്ടാണെന്ന് പറയരുത് ദയവേത്. അല്ല, ഞാൻ ഈ ജ്യോതി മൽഹോത്ര മാത്രമല്ല, നീ 41 ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറ. നിങ്ങൾ ഈ ജ്യോതി മൽഹോത്രയെ മാത്രം സിർസയിൽ ജ്യോതി മൽഹോത്ര മെയിൽ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു ആക്ഷേപവും അവരെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ പോലും ഒരു വിവരവും ലഭിച്ചില്ല. ഇപ്പോ രാജ്മോഹൻ സാറൊക്കെ പഴയ റിട്ടയർഡ് പോലീസുകാരന്റെ അതേ മനോഭാവത്തിൽ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന പോലീസ് ഏത് തരത്തിലാണ് സംസ്ഥാന പോലീസിന് അവർ ഹരിയാന സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി കേരളത്തിൽ വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് എന്തെങ്കിലും വിവരം കളക്ട് ചെയ്യാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഈ കേരളത്തിലെ പോലീസ് ഇന്ത്യ ഒട്ടാകെ പോയി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി. അതിനൊരു മറുപടി കേന്ദ്ര തയ്യാറാവുന്നില്ല. അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് വിവരം. അവരുടെ പിന്നാമ്പുറത്തെ കുറിച്ച് രാജ്മോഹൻ സാറ് അദ്ദേഹം ഒന്ന് കൈ ഉയർത്തിയിട്ടുണ്ട്, എന്തോ പറയാനുണ്ട്. പ്ലീസ് ഒരു ക്ലാരിറ്റി വരുത്താനാണ് സർ. യു ആർ റോങ്. കാരണം ഇവിടെ ഒരു 40ഓളം ബ്ലോഗർമാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിഞ്ഞിരിക്കും. ഞാനോ നിങ്ങളെ പോകുമ്പോൾ അറിയില്ല. പക്ഷെ ബ്ലോഗർമാർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പബ്ലിസിറ്റിയാണ്. അത് അവർക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ലോക്കൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, അവിടുത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസുകാർ അവർ പതുക്കെ ആളെ നോക്കുക, ആരാ എന്താണെന്നൊക്കെ ചോദിക്കും. ഇത് വലിയ ബുദ്ധിയോ വലിയ ഇന്റലിജൻസ് ഒന്നും വേണ്ട. ഇറ്റ്സ് എ കോമൺ സെൻസ്. അത് ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന പോലീസ് ചെയ്യും, പിന്നെ സെൻട്രൽ പോലീസ് എല്ലാവരും ചെയ്യുന്ന ഐബിക്കാരെ അന്വേഷിക്കും. കാരണം ഈ ബ്ലോഗർ വന്നിട്ട് അവരെ വന്ന് സ്വകാര്യമായിട്ട് പമ്മിപ്പോയി പോവല്ല, അവരെ ആഘോഷമാക്കി പോവാണ്. അത് നാച്ചുറൽ നോക്കും. അതിലൊന്നും അത് സംസ്ഥാന പോലീസ് ഞാൻ അത് പറയാം, സംസ്ഥാന പോലീസിന് ഇന്റലിജൻസ് വളരെ എഫിഷ്യന്റ് ആണ്. അത് വീഴ്ച പറ്റിപ്പോ എന്ത് ചെയ്യാനാ? അതൊക്കെ സാധാരണ വരുന്നതാണ്. അപ്പൊ ഞാനങ്ങനെ സംസ്ഥാന പോലീസ് ഒരിക്കലും എഴുത്തിപ്പെടുന്ന ഉദ്യോഗസ്ഥനല്ല. അതാദ്യം മനസ്സിലാക്കുക. അസ്ക, അതുകൊണ്ട് വ്ളോഗുകൾ കണ്ടല്ല കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നത്, അല്ലാതെ കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. പലരും പറഞ്ഞത് അറിഞ്ഞ് മാത്രമല്ല, നേരത്തെ വന്ന് കണ്ട ആ മനോഹാരിത അതിലാകൃഷ്ടരായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇനി കൂടുതൽ പേർ വരണമെങ്കിൽ നേരത്തെ ശ്രീമതി നുസ്രത്ത് ജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ പലതും വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത്. ഈ 41 വ്ളോഗർമാർക്ക് നിങ്ങൾ എത്ര ലക്ഷങ്ങൾ ഇവർക്ക് വേണ്ടി പൊടിപൊടിച്ചു. അതുകൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിലെ ടൂറിസത്തിനുണ്ടായത്? അത് പറയാനുള്ള ഉത്തരവാദിത്തം ടൂറിസം മന്ത്രിക്കില്ലേ? അന്നത്തെ പുതിയ കാലത്തെ പരസ്യ വിപണി എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ടാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരവും നിർദാക്ഷിണ്യവുമായിട്ടുള്ള ഇടപെടലുകൾ മാധ്യമ സ്ഥാപനങ്ങൾ വരെ എല്ലാ ഘട്ടത്തിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ബദൽ മാധ്യമമായി സാമൂഹ്യ മാധ്യമം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒറ്റ കാര്യം താങ്കളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ്. കാരണം ഈ വ്ളോഗർമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ കേരള ടൂറിസത്തിന് പ്രൊമോഷനായിട്ട് ഒരു ഏജൻസി തന്നെയുണ്ട്. കേരള ടൂറിസം പ്രൊമോഷനായിട്ട് ഒരു ഏജൻസി തന്നെയുണ്ട്. അല്ല, നമ്മള് കേരളത്തിന്റെ ടൂറിസത്തെ സംബന്ധിച്ച് ലോകത്താകമാനം നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 41ഓളം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഇടപെടുന്ന, വിവിധ ഭാഷകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വാധീനം ശക്തിയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടുവന്നത്. അതിലൊരു പിശക് വന്ന് ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ചിടത്തോളം അവര് വന്നതുമായി ബന്ധപ്പെട്ട് പിശക് പറ്റിയിട്ടുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇനിയിപ്പോ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമ
ഇടപെടുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനമോ പൊതുമേഖലാ സ്ഥാപനമോ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം അവരുടെ സഹായം സ്വീകരിക്കുന്ന ഘട്ടം വന്നാൽ നിശ്ചയമായും പോലീസ് ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. നേരത്തെ അതൊന്നും ബാധകമായിരുന്നില്ല. 8ഓളം സാഹചര്യങ്ങൾ പരിശോധിച്ച് 8ഓളം മാനദണ്ഡങ്ങൾ പരിശോധിച്ച് മാത്രമാണ് അവരെ ഓരോരുത്തരെയും 41 പേരെയും തെരഞ്ഞെടുത്തത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്നിൽ പോലും ക്ലിയറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അവർ പങ്കാളിയായിട്ടുണ്ടെന്നുള്ളത് ആർക്കും ആക്ഷേപമില്ല. 2025 മേയിൽ സിർഫയിൽ കേസെടുത്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരോപണ വിധേയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇനി തുടർന്ന് അവരുടെ സാമൂഹ്യ മാധ്യമം, ഇപ്പൊ നമുക്കറിയാം അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൊന്നും പഴയതുപോലെയുള്ള റീച്ചോ ഇടപെടലുകളോ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ. അപ്പൊ അത് സ്വാഭാവിക പരിണാമമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെന്നേ, അതിലൊന്നും നമുക്ക് ഒരു തർക്കമില്ല. കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക, ഇപ്പൊ കടമക്കുടി പോലുള്ള ചെറിയ ഗ്രാമത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കുകയാണ്. അപ്പോ അത്തരത്തിൽ ലോകത്തേക്ക് എത്തുമ്പോൾ ഉണ്ടെന്നേ ഈ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ അവർ തെയ്യമടക്കം ഇപ്പൊ ജ്യോതി മൽഹോത്ര തെയ്യമടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോ അത് പല തലത്തിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ അറിയപ്പെടാത്തതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷനുകൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുക, ഇന്ത്യയിലെ ആഭ്യന്തര ടൂറിസം രംഗത്ത് വലിയ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാന്നിധ്യമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കേരള ടൂറിസത്തെ അപമാനിച്ചുകൊണ്ട് ഇത് തീവ്രവാദത്തിന്റെ സ്വന്തം നാട് എന്ന അർത്ഥത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപാകത. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളാണ്. അവർ വിവേകപൂർവ്വം ചിന്തിക്കുന്നവരാണ്. അത് മനസ്സിലാക്കി ഇത്തരം ചർച്ചകൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. ശ്യാംരാജെ, ഒരു മറുപടി. അതിനകത്ത് 2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഈ നമ്മുടെ പോയിന്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്തറിയോ? ഒന്ന്, ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്തിരിക്കും. എന്നിട്ട് ചിലപ്പോൾ അത് നമ്മുടെ പഴയ കഥകളിലൊക്കെ പറഞ്ഞു വരുള്ള കിണറുകളാകാം, പൊട്ടക്കുളങ്ങളാവാം. അവിടെ ഇരുന്നിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് ചാടിയിട്ട് ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടിട്ട് ഇവരിങ്ങനെ പറയും, ഞാൻ പുറത്തൊരു ജീവിയെ കണ്ടു, ഞാൻ കണ്ടത് മാത്രമാണ് ശരി, എൻ്റെ വാക്കുകൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു രീതിയിൽ ഇവർ സംസാരിക്കുന്നു. നോക്കൂ, ഞാൻ ശ്രീ ഹസ്കറിനേക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞാണ്. പക്ഷേ ഞാൻ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞവരാണ്. നോക്കൂ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണെന്നേ കേരളം. അത് കഴിഞ്ഞ 9 വർഷത്തിനകത്ത് മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി ആയതിനു ശേഷം വന്നതല്ല. ഇവിടെ പ്രശ്നം ഞാനൊരു ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇടുക്കി ജില്ലയിൽ വളരെ മനോഹരമായിട്ടുള്ള, ആ ജില്ല തന്നെ മനോഹരമാണ്, ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നിങ്ങളൊന്ന് മൂന്നാറൊന്ന് പോയി നോക്കി. സീസൺ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നിങ്ങൾ മൂന്നാറിലോട്ടൊന്ന് പോയി നോക്കി. അങ്ങോട്ട് എത്തപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇടുങ്ങിയ വഴികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. എത്രയോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോട്ടപ്പാറ മല, മീനുടിയാൻ പാറ മല എന്നൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കൊട്ടി അടച്ചിട്ടേക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഭംഗിയിൽ ഊറ്റം കൊള്ളുന്നതല്ലാതെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഈ മുഹമ്മദ് റിയാസ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ടൂറിസം എവിടെയാണ്? ആലപ്പുഴയിലെ ടൂറിസം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് തൊട്ടേ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കോവളം ബീച്ച്, ഫോർട്ട് കൊച്ചി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 9 വർഷം ഭരിച്ചത് കൊണ്ട് മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നൊരു ഡെവലപ്മെന്റ് പറ. ആകപ്പാടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് NH കൺസ്ട്രക്ഷന്റെ സമയത്ത് ഏതെങ്കിലുമൊക്കെ റീലിടും. ഈ റീലിടുന്നതിനപ്പുറത്ത് നമ്മുടെ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റീൽസ് മന്ത്രി ആവുകയല്ലാതെ മുഹമ്മദ് റീലാസ് എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റീലിടുന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. കേരളത്തിന്റെ ടൂറിസത്തെ കുറിച്ചിട്ടോ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ചിട്ടോ ഇവർക്കൊരു ബോധവുമില്ല. എന്നിട്ട് വെറുതെ ഇരുന്ന് പറയാണ് കടമക്കുടിയൊക്കെ എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ? കടമക്കുടി മാത്രമൊന്നുമല്ല, നിങ്ങൾ കൊച്ചിയിലോട്ട് പോകാം, ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. മനോഹരം, മംഗളവനം അടക്കമുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതൊക്കെ വെറുതെ ഇങ്ങനെ ഈ റിയാസിന്റെ പോക്കറ്റിലേക്ക് നിങ്ങൾ ഇടരുത്. അതൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിലടക്കം, മറൈൻ ഡ്രൈവിലടക്കം ഇനിയും ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാധ്യതകളും, വയനാടടക്കം യാതൊരു സാധ്യതകളും ഈ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമതും,
നോക്കൂ, ഈ ചർച്ചയിൽ എൻ്റെയും ശ്രീ ഹസ്കറിൻ്റെയും ഒക്കെ 2 ടേൺ കഴിഞ്ഞു. ഈ അദ്ദേഹം മനഃപൂർവ്വം നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എങ്ങനെയാണ്? ജ്യോതി മൽഹോത്ര വന്നത് ഞങ്ങൾ എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും? അവർ ചാരവനിതയാണെന്ന് എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും? എൻ്റെ പൊന്നു ചേട്ടാ, വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർ വന്നപ്പോൾ നിങ്ങൾ 6ാം ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിയണമെന്നൊന്നുമല്ല. ഇവർ ചാരവനിതയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം, ഞാൻ ഇത് ഉത്തരം പറയട്ടെ, ചാരവനിതയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം സെൻട്രൽ IB ഇവരെ NIA ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് വിവരം എന്തുകൊണ്ട് മറച്ചു വെച്ചു? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നേരിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് NIA അറസ്റ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾ ഈ വിവരം മറച്ചു വെച്ചു? ഉത്തരവുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇത്ര വലിയ അറസ്റ്റ് നടന്നിട്ടും ഇത്ര വലിയ ബഹളങ്ങൾ നടന്നതിന് ശേഷം പറയൂ. മറുപടി. ഓക്കെ, ഇത്ര വലിയ ബഹളങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു വ്യക്തത ഇന്നും വരുത്താൻ വേണ്ടി പറ്റാത്തത് എന്താണ്? ഇപ്പോഴും വരുത്താൻ വേണ്ടി പറ്റാത്തത് എന്താണ്? അവരെ ആരാണ് കൊണ്ടുവന്നത്? ആരാണ് സ്പോൺസർ ചെയ്തത്? എവിടെയാണ് താമസിച്ചത്? ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇന്നും വരുത്താൻ പറ്റാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ തപ്പിക്കളിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഇതിനുത്തരവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വീണ്ടും പറയും, ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിന് ശേഷം, അവരെ NIA അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം പറഞ്ഞോ. ജ്യോതി മൽഹോത്രയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അവരെവിടൊക്കെ പോയിട്ടുണ്ട്, എവിടൊക്കെ അവർ ചെന്നിട്ടുണ്ട്, എന്തൊക്കെ റീലുകൾ അവർ ചെയ്തിട്ടുണ്ട് സെൽഫ് സ്പീക്കിംഗ് ആണ്. നിങ്ങൾ ഈ പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ പണിയല്ല ഇതൊന്നും. ബുദ്ധിശൂന്യം നിങ്ങൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, മുഹമ്മദ് റിയാസേ, നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ പോലീസിന്റെ പണിയാണെന്ന്, കേരളത്തിലെ സർക്കാരിന്റെ പണിയാണെന്ന്, മുഹമ്മദ് റിയാസിന്റെ ഭാര്യ പിതാവ് പിണറായി വിജയന്റെ പണിയാണെന്ന്. മുഹമ്മദ് റിയാസിന്റെ ഭാര്യ പിതാവ് പിണറായി വിജയന്റെ പണിയാണ്. കേരളത്തിലെ പോലീസിന്റെ പണിയാണെന്ന്. മനസ്സിലായില്ല? കേരളത്തിലെ സർക്കാർ നിങ്ങൾ പറയുന്നതിലെ വിഡ്ഢിത്തം മനസ്സിലാവുന്നുള്ളൂ. അവർ വന്നു പോയതിന്റെ ഇൻഫർമേഷൻ അവരുടെ സോഷ്യൽ കേന്ദ്രമാണെന്ന് അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? ഈ രാജ്മോഹൻ സാർ ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? അവർ NIA-യുടെ റഡാറിൽ തന്നെ ആയിരുന്നു. അവർ NIA-യുടെ റഡാറിൽ തന്നെ ആയിരുന്നു. NIA അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായി? നിങ്ങൾ പറയുന്നതിലെ വിഡ്ഢിതം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് അവരെവിടെ പോയി, അവരെങ്ങനെ പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാനാണെങ്കിൽ എന്തിനാണ് കേരള പോലീസ്? എന്തിനാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ പണി? അവർ പോയ വിവരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് ശേഖരിക്കണം എന്ന് പറയണമെങ്കിൽ ഈ രാജിവെച്ച് പോയി പണി നോക്കട്ടെ പിണറായി വിജയൻ. അതിലും ഒരു കല്ലിവിടെ എടുത്തു വെക്കട്ടെ, എന്നിട്ട് കല്ലിനോട് ഭരിക്കാൻ വേണ്ടി പറയട്ടെ. ഇതിലും വെച്ചുണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഉത്തരം പറയേണ്ടത്. സാറേ, ഇത് ചെയ്യേണ്ടത് പിണറായി വിജയന്റെ പോലീസാണെന്ന്, ഇവിടുത്തെ ഇന്റലിജൻസ് ആണെന്ന്. അത് പറഞ്ഞു കൊടുത്തില്ല, ആ ഇൻഫർമേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് തെറ്റെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അത് മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പുലർത്തുന്ന ഈ ദുരൂഹമായ മൗനം എന്തിന് മൗനം? നിങ്ങൾ തുറന്നു പറയൂ ഇനിയെങ്കിലും. അവിടെ അതാണ് ചോദ്യം. മൗനവും അദ്ദേഹത്തിന് തനതായിട്ടുള്ള ഒരു പുച്ഛവും. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് 2 കാരണമുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു തള്ളുന്നത്? ഒരു മന്ത്രിയല്ലേ? കേരളത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ടെന്നേ. അവരിവിടെ എന്തിനു വന്നു? ഞങ്ങൾക്കല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ടെന്നേ. അവരെന്തിനു വന്നു? അവരെ ആര് കൊണ്ടുവന്നു? അവരെ ആര് സ്പോൺസർ ചെയ്തു? അവരിവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഇതൊക്കെ അറിയണ്ടേ? എങ്കിൽ ഒരു പ്രസ്താവന ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ വയ്ക്കും എന്ന് പറഞ്ഞാൽ തീരും. എന്തേ പറയാൻ വേണ്ടി പറ്റാത്തത്? ഈ പുച്ഛിച്ച് തള്ളുന്നതിന് പകരം, ഈ ചിരിച്ചു തള്ളുന്നതിന് പകരം ഇവിടെ സ്റ്റേജിൽ ഇരിക്കാത്തതിന് വരെ പരിഭവം പറഞ്ഞ മന്ത്രിയാണ് റിയാസ് എന്ന് ഓർക്കണം. ആ റിയാസിന് ഒരു കാര്യം പറഞ്ഞുകൂടെ? ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൂടെ? ഞങ്ങൾ കേരള സർക്കാർ അന്വേഷിക്കും. എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും, ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? വിവരാവകാശ നിയമപ്രകാരം ചർച്ചയിലുടനീളം പറഞ്ഞത് മുഹമ്മദ് റിയാസിന് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട വിവരങ്ങളല്ലല്ലോ ഇത്. ഉത്തരം എന്താണെന്നറിയോ?
അതെ, അതാണ്. അല്ല, ഇനി ഇടതുപക്ഷവും ശ്രീ ഹസ്കറും പറയാൻ പോകുന്ന അതിനകത്തൊരു ന്യായീകരണം എന്താണെന്നറിയോ? ഇനി ജനങ്ങൾക്ക് വിവരം കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ പണിയൊന്നുമില്ല, വിവരാവകാശ നിയമം ഉണ്ടല്ലോ. അദ്ദേഹം അടുത്തിട്ടാണ് പറയാൻ പോകുന്നത് ഇതായിരിക്കും. അപ്പൊ ഇതായിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് ഇങ്ങനെ സ്വന്തം ഉത്തരവാദിത്വം നിങ്ങൾ ഒളിച്ചോടുന്നതിന് പകരം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജനങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും, ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഇവരെന്ന് മനസ്സിലാകുന്നു. അന്ന് ഈ നാടിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ നമ്മൾ അഭിമാനത്തോടെ പറയാറുള്ളത്. പക്ഷേ കേരളം ടെററിസത്തിൻ്റെ ഹബ്ബാണ്, അങ്ങനെ ഒരു ചീത്തപ്പേര് കൂടി നമുക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ടൂറിസത്തെയും ഒരു മാധ്യമമായി, ടെററിസം പുഷ്ടിപ്പെടുത്താനുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കൂ എന്ന ആശങ്കയുണ്ട്. കാരണം ഈ ഉരുണ്ട് കളിയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം മന്ത്രിയോ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരോ തരികയാണെങ്കിൽ ഈ വിവാദം ഇവിടെ അവസാനിക്കും. പക്ഷേ ഇപ്പോഴും പല വിവരങ്ങളും പുറത്ത് വിടുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു കലക്ടർ എഴുതി വെച്ചതാണ് കേരളത്തിന് ആ പദവി തോന്നുന്നത്. ഐ തിങ്ക് ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ് ഏഞ്ചൽസിനെ സൃഷ്ടിച്ചപ്പോ ചെകുത്താനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ കാണണ്ടേ. അപ്പൊ ആ ചെകുത്താന്റെ ആ ഒരു വൈബ് നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ വല്ലാതെ കാണുന്നു. കാരണം അത് ഗോഡ് തന്നെ അങ്ങനെ, അതുകൊണ്ടായിരിക്കാം ആ കലക്ടർ ആ പേര് വിളിച്ചത് തോന്നുന്നത്. കാരണം ഇപ്പോ കേരളത്തിന്റെ ടൂറിസത്തിന്റെ എന്താണ് ഇവര് പ്രൊമോട്ട് ചെയ്തത്, എന്താണ് ഇവര് ചിത്രീകരിച്ചെന്നുള്ളത് ഇവർക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? പബ്ലിക്കായിട്ട് ഇവർ ചിത്രീകരിച്ച ചിത്രീകരണം ജ്യോതി മൽഹോത്രയുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടാണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഇവരെങ്ങനെ വരൂ? പിന്നെ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ല, സർക്കാരിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥിയാവുമ്പോ ഒരു സ്ഥലത്തും നിയന്ത്രണം ഉണ്ടാവില്ലല്ലോ, എവിടെ വേണമെങ്കിലും കയറി ചെല്ലാലോ. ആ ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. അവരാരാണ് കൊണ്ടു നടന്നത്? ഇപ്പൊ പിന്നെ എന്താണ് ട്രെയിനിൽ തീയിട്ട് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു, എന്താണ് അവിടുന്ന് വന്നിട്ട് അവിടെ എലത്തൂര് തീയിട്ട് അവന് ഷെയ്ൻബാഗ് എന്ന് വന്ന് ഇവിടുന്ന് വന്നിട്ട് കോഴിക്കോട് വന്ന് എലത്തൂര് വെച്ച് തീയിടാൻ തോന്നി അവനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവൻ അവിടെ കണ്ണൂർ ആശ്രയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേരള പോലീസ് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ ഓരോ തീവ്രവാദിക്കും അവിടെ അഭയം. തഹാവൂർ റാണന്റെ കൂടെ ആരുണ്ടായിരുന്നു? പിന്നെ ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ വന്ന പഹൽഗാൻ കൊലപാതകിന്റെ പിന്നിൽ ആരായിരുന്നു? എവിടെയാണ് അവൻ പഠിച്ചതെന്നൊക്കെ ഇപ്പൊ ഇവർക്കൊക്കെ അറിയാമല്ലോ. ഗവൺമെന്റിന് അറിയാത്ത ഒന്നുമില്ലല്ലോ. ഇത്രയൊക്കെ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുമ്പോ അറിയാത്ത ഒന്നുമില്ല. പിന്നെ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് റിയാസ് ഒന്നും പറയണ്ട. വേൾഡ് മാപ്പിലെ ടൂറിസം സ്പോട്ടിൽ അറിയോ? ഇത്രയും രാജ്യങ്ങളിലെ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോടാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ വാസ്കോഡിഗാമ വന്ന് ആ കാപ്പാട് കടപ്പുറം വാസ്കോഡിഗാമ വന്ന് വേൾഡ് ടൂറിസം സ്പോട്ടായ സ്ഥലം എങ്കിലും ഒന്ന് നന്നാക്കാന് കോഴിക്കോട്ടുകാരനായ ഈ റിയാസിന് പറ്റിയില്ലേ? ഇതൊന്നും ചെയ്യരുത്. അവിടെ ചെറിയൊരിതുണ്ട്, ഒരു തൂണ് പോലെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ ശരിക്കും ഇപ്പോഴും വിദേശികൾ കാപ്പാട് കടപ്പുറം കാണാൻ പോകും. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന ടൂറിസം എന്ന് പറയാം അപ്പൊ സ്പിരിച്വൽ, പുഴയും മലകളൊക്കെ ആയി അവർക്ക് സ്പിരിച്വൽ ആയി തോന്നുമായിരിക്കും. അപ്പൊ എന്ത് പറയുമ്പോ മുസ്ലിമിന്റെ പേരാണെങ്കിൽ ആ ഒരു അവകാശം ഇവരെടുക്കണ്ട. എത്രയോ 23 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ എന്നാണ് കണക്ക് പ്രകാരം. ഈ 23 കോടിയിൽ 1 കോടിയെ കാണുള്ളൂ ടെററിസം പറഞ്ഞിട്ട് ഇതുപോലെ മതേതരം പറയണ ഈ മുസ്ലിങ്ങള്. ബാക്കി എല്ലാരും നല്ലതന്നെ. ഇത്രയും മതി. ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കുടം വെള്ളത്തിൽ ഒരു തുള്ളി വീണാ മതി, ബാക്കിയുള്ള മുസ്ലിങ്ങളും കേടുവരും. അതുകൊണ്ട് മുസ്ലിങ്ങളെ പേരായിരുന്നെങ്കിൽ അങ്ങനെ ആക്കിയിരുന്നേ. ഇതൊരു മുസ്ലിം ആവാതെ പോയി, അല്ലെങ്കിൽ മുസ്ലിം ആയോണ്ട് ഇവര് ചെയ്യും സംഘ് പരിവാര്, അല്ലെങ്കിൽ പിന്നെ BJP-ക്കാര്, നമ്മൾ ആരെങ്കിലും വന്ന് പറയും. ഇത് പറയണ ഈ പിന്നെ ഒന്നായിട്ടുള്ള ഇത് നമ്മുടെ മുസ്ലിങ്ങളുടെ ഇവരെ എടുക്കണ്ട. ഇന്ത്യയിൽ എത്രയോ വിവരമുള്ള മുസ്ലിങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വളർന്നു വരിക. ഈ താലിബാൻ സ്റ്റൈലിനെ എതിർക്കണ, താലിബാനിൽ തന്നെ അടിച്ചോടിക്കണം. പിന്നെയാണപ്പോ ചുറ്റും കാണുന്ന ബംഗ്ലാദേശിൽ നടന്നത് ഇവിടെ നടത്താന്നുള്ള
പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ മതേതരത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഇവർ ആലോചിക്കണം. നാഷണലിസം പറയുമ്പോൾ, രാജ്യത്തിന് വെട്ടിക്കറിയ പറയുമ്പോൾ നമ്മൾ മുസ്ലിമായ ജിന്നേന് പിന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ ആരെയാ പറയാ? നെഹ്റുവിനെ, ജവഹർലാൽ നെഹ്റുവിനെ. അയാൾ ഹിന്ദു അല്ലേ? എന്തുകൊണ്ട് പറയണത്? ദേശം എന്നുള്ള മുഖ്യമാണ്. ഇനി ഈ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷ തന്നെയാണ് മുഖ്യം. ഏത് ബ്ലോഗർ ആയാലും ഏത് സുന്ദരീനെ കൊണ്ടുവന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല. അതിന് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം മന്ത്രി റിയാസ് തരണം നമുക്ക്. അവരെങ്ങനെ വന്നു, ആര് കൂടെ വന്നു, അവർക്ക് എന്ത് ചെലവാക്കി എന്നുള്ള റിയാസ് ഈ രാജ്യത്തിന് സമർപ്പിക്കേണ്ട കണക്ക് തന്നെയാണ്. ഓക്കെ എന്തായാലും കേരള ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആരും കേരള ടൂറിസം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരള ടൂറിസം ഇനിയും വളരണം. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്ത ശേഷവും അവരുടെ കേരള സന്ദർശനം സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു എന്ന വിവരം എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്ന്. നമുക്കറിയാവുന്ന പോലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രമായ തഹാവൂർ റാണ പോലും കൊച്ചി സന്ദർശിച്ചിരുന്നു. അക്കണക്കിന് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എങ്കിലും ഈ സർക്കാർ സ്പോൺസേഡ് സന്ദർശനത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് തള്ളാനാവില്ല. ജ്യോതി യാത്ര ചെയ്ത ചില പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രം പരിശോധിക്കുമ്പോൾ ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. തന്ത്രപ്രധാനമായ ചിലയിടങ്ങളിൽ കയറിക്കൂടി വീഡിയോ ചിത്രീകരിക്കാൻ അവർക്ക് ആര് അനുമതി നൽകിയത് എന്നും പരിശോധിക്കേണ്ടതാണ്. ടൂറിസം പ്രമോഷനൊക്കെ കൊള്ളാം, പക്ഷേ അത് ടെററിസത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നതായി മാറരുത്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.